ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. ഹാഗരീനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് രാത്രി നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കടന്നു വന്ന ജനമെല്ലാം തങ്ങളെ തന്നെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് വലിയൊരു ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രികാലം അനുഭവിച്ചറിയുവാൻ, ജനങ്ങൾ കടന്നു വരുന്നവരൊക്കെ ആത്മാവിൻ്റെ ഒരു വലിയ ചൈതന്യം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ട് കർത്താവിനെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി പുതിയ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്ത് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഇന്ന് രാത്രി കാലത്തെ ശുശ്രൂഷ നമുക്കത് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവരെന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം കഴിവുകളൊന്നും നമുക്കെടുത്ത് പറയുവാനില്ല പ്രിയമുള്ളവരെ. കർത്താവ് നമ്മളെ നടത്തിയതല്ലാതെ, കർത്താവ് നമ്മളെ കരം പിടിച്ച് ഈ മരുഭൂമിയാത്രയിൽ താങ്ങിയ അവൻ്റെ വിശ്വസ്തയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനൊന്നുമില്ലായാൽ ഇന്ന് രാത്രി കാലം നമ്മൾ ദൈവസ്ഥനായിരിക്കുമ്പോൾ ഹല്ലേലൂയ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം വിധത്തിൽ കർത്താവ് നമ്മളെ പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശേഷാൽ ദൈവമക്കളായി തീരുമാനമുള്ളൊരു ഭാഗ്യം കർത്താവ് നമുക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരൊക്കെ, നമ്മുടെ സമപ്രായക്കാരൊക്കെ ഈ സത്യസുവിശേഷം അറിയാതെ ലോകത്തിന്റെ മോഹങ്ങൾ കൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നിത്യനാശത്തിന് വേണ്ടി അവരെ തങ്ങളെ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ കാലാകാലങ്ങളായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ച് തന്റെ മക്കളാക്കി തീർക്കുവാൻ ഹല്ലേലൂയ കർത്താവിന് നമ്മളോട് പ്രസാദം തോന്നി. അത് ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. തന്നെയാണോ അനേകർക്ക് ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലാതെ പലയിടങ്ങളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ആരാധിപ്പാൻ വളരെ ആഗ്രഹത്തോടെ മരച്ചുവട്ടുകളില്, ഗുഹകളില്, ജയിലുകളിലൊക്കെ കിടന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ആരാധന സ്വാതന്ത്ര്യത്തെ ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെയൊക്കെ നമ്മൾ പലപ്പോഴും ഉപേക്ഷയായിട്ട് വിചാരിക്കാറുണ്ട്. ഇന്ന് രാത്രി കാലം അതെല്ലാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് തന്ന ആരാധനാലയത്തിനായിട്ട് നിങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുവാൻ ഹല്ലേലൂയ. ഇപ്പോൾ എത്ര നാൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കും നമ്മൾ അറിയുന്നില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശിഷ്ടായുസ്സ് നയിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ വിവരങ്ങളെ കേൾപ്പിക്കാം. ഇന്ന് രാത്രി കാലത്തെ വചന ശുശ്രൂഷ അതിനുവേണ്ടിയുള്ളതായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആത്മാവിൽ ധൈര്യപ്പെടുത്തുന്നതായി തീരട്ടെ. നമ്മളെ ഒരുപടി കൂടി കർത്താവിനോട് ചേരുന്നവരായി തീരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും എടുക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനു വേണ്ടി ദൈവജന ശുശ്രൂഷക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ പൃഥ്വിനെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ ദൈവികാലോചന നമ്മൾ കേട്ടു. ദൈവത്തിന് സ്തോത്രം. വ്യക്തികളോട്, സഭയോട്, ദേശത്തോട് മാറ്റമില്ലാത്ത കർത്താവിന്റെ ദൂത് കർത്താവിന്റെ ദാസൻ വിളിച്ചറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഏറ്റെടുത്ത ദൈവത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ വടക്കേണ്ട പ്രദേശത്ത് ഈ പ്രദേശത്തൊക്കെ വളരെ ശക്തമായി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരെ അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിമിത്തം അനേക ആത്മാക്കള് ദൈവസന്നിധിയിൽ കണ്ട് സന്തോഷിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കിക്കൊണ്ടിരിപ്പാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പാട്ടുകൾ പാടണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പരപിതാവാകുന്ന ദൈവമേ,
ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് വീണ്ടും നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് അപ്പാ പിതാവേ വിളിപ്പാവുന്ന ഒരു വലിയ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിനായിട്ട് ഞങ്ങളുടെ ആയുസിനെയും ഞങ്ങളുടെ ആരോഗ്യത്തെയും നീട്ടി തന്നതിന്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പൂർവാധികം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ള ജനത്തെ നീ എത്രമേ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ. കടന്നു വന്നവർ കർത്താവേ ഹല്ലേലൂയ ആത്മാവിന്റെ ചൈതന്യം പ്രാപിച്ച് കർത്താവേ ഇന്ന് രാത്രി കാലം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു വലിയ ആത്മസന്തോഷം പ്രാപിച്ച് കടന്നു പോകാൻ നിന്റെ ജനത്തെ ഞങ്ങൾ ഇന്ന് രാത്രി കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവരതൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ ശുശ്രൂഷകളെയും നീ അനുഗ്രഹിക്കണം. സഹപ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്ന് കർത്താവ് പ്രിയപ്പെട്ടവർ മുമ്പോട്ട് കടന്നു വന്ന് പാട്ടുകൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏതു നേരത്തും നടത്തിയിടും നാവേ എത്ര നല്ലവേ എന്നേശുനായകേ. ഏതു നേരത്തും നടത്തിയിടും നാവേ നന്മകൾ ചെയ്താവേ എന്നെ സ്നേഹിച്ചാവേ ഹല്ലേലൂയ.
ദൈവത്തിന്റെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ പാടിയതുപോലെ പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരലേറിയിടും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടാനന്ദിപ്പാൻ കർത്താവ് നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നല്ല സന്ദർഭത്തിനായ സ്തോത്രം. ഇവിടെ നമ്മളത് അനുഭവിക്കുമ്പോൾ, ഇവിടെ നമ്മളത് സ്വരൂപമാക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവസ്ഥരാക്കി തീർക്കുമ്പോൾ നിത്യമായിട്ട് നമ്മുടെ കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ട് നിത്യതയിൽ അവനെ ആരാധിപ്പാൻ അതിനുള്ള ദിവസങ്ങളൊക്കെ ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ ദൈവമക്കളെ നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് വളരെ ഭയത്തോടെ വളരെ വിശുദ്ധിയോടെ ദൈവസ്ഥനായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിൽ പ്രാർത്ഥിപ്പാനുണ്ട്. എന്നാൽ ഇതൊരു പൊതുയോഗമാണല്ലോ. ഒരു യോഗത്തിൽ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മളോട് അറിയിക്കേണ്ട ദൈവിക ദൂതുകള് കർത്താവെ വ്യക്തമായി സ്പഷ്ടമായിട്ട് ഞങ്ങളോട് അറിയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ 4 ദീർഘവർഷങ്ങള് വിവിധ ഇടങ്ങളില് ഈ രാജ്യത്തൊക്കെ കടന്നു വന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിപ്പാൻ തന്റെ വൃത്തിയെ കർത്താവ് ഈ നാളുകളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബമായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷാൽ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ശാരീ വിദേശിയുടെ ഒക്കെ മീറ്റിങ്ങുകളൊക്കെ നമ്മളത് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ കരുതല് തലമുറയോളം അവൻ വിശ്വസ്തനാണെന്ന് നമ്മളവരെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവഭക്തിയിൽ നിന്ന് കേൾക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അപ്പോൾ തന്നെ ഐക്യമിന്റെ പ്രവർത്തനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് ഹല്ലേലൂയ കുഷ്ഠരോഗികളുടെ നടുവില് ഹല്ലേലൂയ ബൈബിൾ സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കഴിഞ്ഞ മാസങ്ങളില് ഹല്ലേലൂയ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഹല്ലേലൂയ അതിൻ്റെതായിട്ടുള്ള ഹല്ലേലൂയ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ആത്മാക്കളൊക്കെ ദൈവത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവിന്റെ ദൈവിക പ്രവൃത്തികൾ വീണ്ടും അവിടെ ഹല്ലേലൂയ നിവർത്തിക്കപ്പെടേണ്ടതിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളെയും തന്നെ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ആരെങ്കിലും രോഗികളായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ പുതുവിശക്തി പുതുബലം പ്രാപിച്ച് കടന്നു പോകാൻ കർത്താവ് സഹായിക്കട്ടെ. യാത്രയുടെ വഴിവെത്തി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാം ചന്ത ഉചിതമായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയും അതിനുശേഷം സഹോദരന്മാരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയുമായി കടന്നു വരുവാൻ ദാസന്മാർ കുഞ്ഞുകുട്ടിയെ ഞങ്ങളെ ഒന്നിച്ച് വിശുദ്ധാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് വചനത്തിന്റെ വേഷപ്രകാരം നിന്നെ ആത്മാവിശ്വത്തിന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും തന്നു കരയേറ്റുവാൻ സർവദാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞ സകല വിഷയങ്ങൾക്ക് വേണ്ടി എഴുതുന്ന കരയുവാൻ അപ്പോ നീ ഞങ്ങളെ കൂട്ടിക്കൊടുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോ ഇന്ന് ഈ ദിവസം പകലന്തിയോളം വ്യക്തികളായി കുടുംബമായി കുഞ്ഞുങ്ങളായി കൂട്ടായ്മയായി അപ്പോ ഹല്ലേലൂയ ഞങ്ങളെ ആളാം വിധം കൺമണി പോലെ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ്. വരാമായിരുന്ന എല്ലാവിധ ആപത്തി അനർത്ഥങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ ദുർമരണത്തിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചല്ലോ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്ന പോലെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പൻ അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്ത് വിവരിക്കാം. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചതും കണ്ണിനെ കണ്ണിൽ നിന്നും വിടുവിച്ചല്ലോ. സ്വസ്ഥതയെ സമാധാനം തന്നല്ലോ. മരിച്ചവരും അനുസരിക്കുന്നവരാരും യാക്കോബിനെ സ്തുതിക്കാത്തപ്പോൾ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായിരുന്നു കൊണ്ട് വചനത്തിന്റെ വേഷപ്രകാരം നിന്നെ ആത്മാവശ്യത്തിൽ ആരാധിപ്പാൻ കൂട്ടിക്കൊണ്ടുന്ന കൃപയ്ക്കായി സ്തോത്രപ്പോ. അത്യുന്നതം അറിവസിക്കുകയും സർവശക്തിയും കഴിഞ്ഞ് പാർക്കുന്നതിന്റെ കോപയെ കുറിച്ച് അവൻ എന്റെ സംഗീതവും കൊണ്ട് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പാടുവാൻ ഒരുക്കി തന്ന ഭാഗ്യമതയ്ക്കായി സ്തോത്രപ്പോ. സകല ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം. എന്നാൽ കർത്താവ് ഈ മോമെന്റ് വരെ ഇവിടെ നടക്കുന്ന കർത്താവെ ശുശ്രൂഷയുടെ അനുഗ്രഹം കടന്നു വരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട അനുഗ്രഹം കടന്നു വരാൻ പറ്റാതെ അവിടെ ദുഃഖങ്ങളെ രോഗങ്ങളെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ട വിടുതൽ അപ്രകാരം കർത്താവെ ഐജിഎമ്മിന്റെ പ്രവർത്തനമായി ഹല്ലേലൂയ കർത്താവെ നോർത്തിന്റെ പ്രദേശത്തും മറ്റുള്ള ദേശങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷ കർത്താവെ അവിടെ കർത്താവെ ദുഃഖങ്ങളിൽ രോഗങ്ങളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന രാജ്യങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവർ അവർ ഓരോരുത്തരെയും വിടുതൽ എന്റെ അപ്പോ അവയ്ക്കെല്ലാം തടസ്സമായി ഈ മോമെന്റ് വരെ എന്റെ കുടുംബത്തിന്റെ പ്രിയ പൈതലി അടിയങ്ങളുടെ പ്രാർത്ഥന
കിടപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടു കടന്നു വരാൻ പറ്റാതെ അവിടെ ഉണ്ടായിരിക്കുന്നവർ കടന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടപ്പോ അറിവോടും അറിവ് കൂടാതെ മനസ്സോടും മനസ്സ് കൂടാതെ ഉച്ച തൊട്ടുള്ള കാൽ വരെ പ്രാണൻ മജ്ജ മാംസം ദേഹം ദേഹി ആത്മാവിൽ ഞങ്ങളുടെ സംസാരം ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ക്യാരക്ടേഴ്സ് നിരൂപണത്തിൽ പോലും വന്നുപോയ കുറവുകളെ അവിടുന്ന് കാരണമാക്കല്ലപ്പോ. അവിടുന്ന് കർത്താവേ അതൊന്നും കുറച്ച് വെക്കല്ലപ്പോ. പൂർണ്ണമായും ഈ സന്ധ്യായാമത്തിൽ ഒരു പ്രാവശ്യം കൂടപ്പോ ഞങ്ങൾ നിന്നോട് പൂർണ്ണമായി ചോദിക്കുമ്പോൾ അവിടുന്ന് കർത്താവേ ആഴക്കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോ പൂർണ്ണമായി ഒരു പ്രാവശ്യം കൂടപ്പോ. ഓ ഹല്ലേലൂയ, പരമയാഗമായി വിളിക്കാം നിന്നെ വിലയേറി തങ്ങുന്നതിനും ഞങ്ങൾ പഠിക്കുന്ന വിശുദ്ധ തിരുവചനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അധ്യായം ഞങ്ങളെ ആളാം വിധം ഈ സന്ധ്യായാമത്തിൽ ഒന്നും കൂടെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. മുതിരപ്പോ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾ തന്നെ ശിക്ഷാപതിക്ക് കാരണമാകുവാൻ ഇടപെടുത്തലപ്പോ അവിടുന്ന് പൂർണ്ണമായി തിരിക്കുന്ന പ്രകാരം നിന്റെ കുറ്റപ്രകാരം ഞങ്ങളെ മെനയുവാൻ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പോ അതിന് വേണ്ടുന്ന പുതിയ മന്ന പുതിയ സ്വർഗമായ ആലോചന ഈ സന്ധ്യായാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് വിളമ്പിത്തലമേ. അവയുടെ മർമ്മങ്ങളും പുള്ളി മനസ്സിലാക്കി അവ ഞങ്ങളുടെ പാദങ്ങൾക്ക് ദീപമായി കാലുകൾക്ക് പ്രകാശമായി 100 പേര് ഫലം കായ്പാൻ മറ്റുള്ളവർക്ക് ഭക്തി തുറപ്പാൻ നിന്റെ നാമത്തിന്റെ ഭക്തിനാ തീരുവാൻ ഇടപെടുത്തിനപ്പോ നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ രാവിലത്തെ ആരാധനയ്ക്ക് വിശ്വസ്തയോടെ ഭയഭക്തി പറയലോടെ ദൈവസ്നേഹത്തോടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണപ്പോ സർവമഹത്വമാനും നിനക്ക് മാത്രം തന്നപ്പോ വരവനായി വീണ്ടും ഒരുക്കണമേ, പ്രത്യാശ നിലനിർത്തണമേ. കൃപയിൽ സൂക്ഷിച്ചാട്ടെ സകേതും പൊന്നെ സ്വപ്പത്തിൽ നാമത്തെ കൃപയോടെ കേട്ട ഉത്തരം വേണമേ. ആമേൻ. സന്ധ്യാസമയം ഞങ്ങൾക്ക് ഇത്രയും പേർ കർത്താവ് ഇവിടെ കടന്നു വരുവാൻ സ്വർഗം ഞങ്ങൾക്ക് സഹായത്തിനായി സ്തോത്രം. ഞങ്ങൾ തന്നെ കടന്നു വന്നല്ല കർത്താവേ, നീ ഞങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാണ് കർത്താവേ. സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവേ നീ ഞങ്ങളോടുകൂടെ ഇരുന്ന കർത്താവേ. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ അവിടുത്തെ വലങ്കരമണി ഞങ്ങളെ പിടിച്ച് കർത്താവേ ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ അപ്പോഴപ്പോൾ നൽകുന്ന ദിനംതോറും കർത്താവേ ഞങ്ങളെ ഈ ദേശത്ത് കർത്താവേ നീ സമൃദ്ധിയായി നടത്തുന്നതിനായി സ്തോത്രം സ്തോത്രം. സംഭവപൂലമായ ലോകമാണ് കർത്താവേ. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കർത്താവേ, ആ പൗലോസ് എഴുതിയതുപോലെ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുകയും കർത്താവേ. ഇത് ദുഷ്കാലമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലസ്ഥിതിയെ കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതിനുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഞങ്ങളുടെ മാനുഷിക ബുദ്ധി ചിന്തിക്കും ഇതെന്താ ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ ചിന്തിക്കുമ്പോൾ കർത്താവേ ഇതിന്റെ എല്ലാം നിന്റെ വരവിന്റെ നാന്ദി കുറിക്കുന്ന സംഭവങ്ങളാണ് അങ്ങിങ്ങായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസികളായി ഞങ്ങൾക്കൊന്ന് ചിന്തിപ്പാനുള്ളത് കർത്താവേ എമ്മാത്രം ജീവനും ഭക്തിയും ഹല്ലേലൂയ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കർത്താവേ കടന്നു വരുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് തന്നെ ഒരു ഉൾബോധം ഉണ്ടാകണം. കർത്താവേ നിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഇനിയും ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തരും തെരുമാറാകണമേ. ഞങ്ങളുടെ ആയുസ് ഇത്രയും കടന്നുപോയി. ഇനിയെങ്കിലും കർത്താവേ ഞങ്ങൾ വേണ്ട വിധത്തിൽ ദൈവസന്നിധിയിലാകേണ്ട വിധത്തിലാകുവാൻ വചനാനുസരണം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ കർത്താവേ നിന്റെ വരവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ കർത്താവേ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ദർശനത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിറങ്ങി വരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരു ആകാശ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആസ്വദിച്ചോളുവിൻ. അതിനുള്ള കാലങ്ങളാണ് കർത്താവേ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പണ്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ അതിന് മാറാനാഥ ഹല്ലേലൂയ കർത്താവേ നീ വേഗം വരണമേ എന്നുള്ള ധ്വനി ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അതിന് കർത്താവേ ഞങ്ങളുടെ മീറ്റിങ്ങുകൾ, ഞങ്ങളുടെ ആത്മീയ കൂട്ടായ്മകൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എല്ലാം അതിന്റെ ഒരുക്കത്തിന് കർത്താവേ ദിവസങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. ഈ മീറ്റിങ്ങിനെ ആദ്യോളം കർത്താവേ നീ ഭരിച്ച് നടത്തുമാറാകണമേ. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, എന്ത് പ്രസംഗിക്കുന്നു, ആരെ കുറിച്ച് പ്രസംഗിക്കുന്നു, അതാണ് ഞാൻ കർത്താവേ ഹല്ലേലൂയ വ്യക്തമായ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് അതിനനുസരിച്ച് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവേ വേണ്ട വിധത്തിലായിത്തീരുവാൻ എന്നെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്നവരെ കർത്താവ് സഹായിക്കും. കടന്നു വരുവാനുള്ള എത്രയുമേ കടന്നുകൊണ്ടുമേ കാലാവസ്ഥയുടേതായ പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്.
കർത്താവേ. എന്നാൽ കർത്താവെ ഒരുപാട് എത്രയും വേഗം കടന്നിടണം. മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. സകലം ക്രിസ്തുയേശുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ദൈവമായ കർത്താവ് നമുക്കിടയാക്കി. കഴിഞ്ഞ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന്റെ വചനം നമ്മളോട് സംസാരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ രാത്രിയിൽ പ്രവർത്തിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. അതേ ദൈവദാസൻ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ ഹല്ലേലൂയ എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളും നമുക്കറിയാം. ഹല്ലേലൂയ കുടുംബം മൊത്തം മിഷണറി കുടുംബമാണ്. കർത്താവിന് വേണ്ടി ദീർഘനാളുകൾ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ആ പ്രിയ കുടുംബം. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാരൻ കർത്താവദാസനോട് ഒത്തിച്ച് നമുക്ക് ആയിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു നല്ല ഭാഗ്യമാണ്. തന്നിൽ നിന്ന് കർത്താവിൻ്റെ അരുളപ്പാടുകളും ദൂതുകളൊക്കെ ദൈവം അറിയിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുവാൻ നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഇരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആര് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്. എൻ്റെ മലയാളത്തിൽ ഇങ്ങനെയാണ്: കർത്താവേ, നീ എന്നെ മറികടന്ന് പോകരുത്. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ. കർത്താവ് പലപ്പോഴും നമ്മളെ എങ്ങനെ നമ്മളെ അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് നമ്മളെ ഹല്ലേലൂയ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ കർത്താവ് നമ്മളൊന്നും ചെയ്യുവാനൊന്നും സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ അവൈലബിൾ ആയിരിക്കണം. ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കണമെന്നുള്ള നമ്മൾ ആഗ്രഹം നല്ലത് തന്നെ. എന്നാൽ നമ്മൾ ഇന്ന് പറയേണ്ടത്, കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. നിന്റെ ആത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെടണമേ. എൻ്റെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രികാലം എന്നെ സന്തോഷമുള്ളവനായി സമാധാനത്തോടെ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകാൻ നീ എന്നെ ഇടയാക്കണമേ. നമ്മളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കർത്താവ് പ്രവർത്തിപ്പാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രത്തിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. അതിന് മുമ്പായിട്ട് ഹല്ലേലൂയ. നമുക്കറിയാവുന്ന കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞതാണ്, 1978 തുടങ്ങിയതാണ് IGM പ്രവർത്തനം. നമ്മളെ ഇപ്പോൾ ശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആരംഭം കുറിച്ചതായിട്ടുള്ള ഹല്ലേലൂയ ഈ പ്രസ്ഥാനം ദൈവത്തിന് സ്തോത്രം അതിമനോഹരമായ രീതിയിൽ അത് ഇന്നും നടക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങള് വളരെ ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ തൻ്റെ പിതാവ് തങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഒട്ടും അതിന് ഹല്ലേലൂയ ഒരു കുറവും വരുത്താതെ കർത്താവിന് വേണ്ടി ശക്തിയോട് നിൽക്കുന്നു. അതിൻ്റെ നോർത്ത് ഇന്ത്യ പ്രദേശത്ത് ബൈബിൾ സ്കൂളുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ പിന്നെ ലെപ്രസി കോളനികൾ ഒക്കെ പലയിടങ്ങളിൽ ഒരു പക്ഷേ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കുകയില്ല. എന്നാൽ അനേകരെ ദൈവസഭയിൽ കാണുമ്പോൾ നമ്മൾ നിത്യം ചെല്ലുമ്പോൾ നമ്മളെല്ലാം അവിടെ നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആന്ധ്രയിൽ നിന്നും ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്ന ദൈവങ്ങളൊക്കെ അവിടെ കാണും. നമ്മളെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയെങ്കിൽ ആ പ്രസ്ഥാനത്തെ ഓർത്ത് നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കണം. മണ്ണോടു ചേർന്നാലോ രൂപാന്തരം പ്രാപിക്കൂ.
പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ രാത്രികാലം ഇതിലേക്ക് കടന്നു വരുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനങ്ങൾ സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം നിന്നെ മാറ്റി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരോഗ്യ മർമ്മങ്ങളെ പ്രോത്സാഹിപ്പാൻ തക്കണം പിന്നെ ദാസനെ ബലപ്പെടുത്തിക്കാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കടന്നു പ്രാർത്ഥിക്കുന്നു. അമ്മയപ്പെടുവാതെ കണ്ണം ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവെ വഴിപാടിനായ സ്തോത്രം കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. അത് നാമത്തിൽ അത് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും തന്നെ താത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠ ദൈവഭക്തന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാധ്യമങ്ങളുടെ നാമത്തിലുള്ള എൻ്റെ സന്ധ്യാവന്ദനം. IGM-ൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ഉണർവ് യോഗത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായ അവസാന ദിവസത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാനായിട്ട് കർത്തൃകത്തിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. ആത്മാവ് നമ്മളോട് എല്ലാവരോടും സംസാരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇടനില്ലാത്ത ആളുകളെ പോലെ ചിന്നിച്ചേറിയൊക്കെ ഇരിക്കുകയാണ്. എങ്കിലും കോൺസെൻട്രേഷൻ ഇല്ലാതാക്കി കളയരുത്. എല്ലാവരും സ്തോത്രത്തോടുകൂടി വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കാൻ തക്കവണ്ണം കർത്തൃകത്തിലേക്ക് ഏൽപ്പിക്കാം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അറിയാത്തതൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പുതിയതൊന്നും പ്രതീക്ഷിക്കരുത്. ആത്മാവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാം. ആര് ശുശ്രൂഷിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരോ പറഞ്ഞു കേട്ടു. ആര് ശുശ്രൂഷിക്കുന്നു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഏതൊരു ആത്മാവിൽ ഇത് വെളിപ്പെടുന്നു എന്ന് മാത്രം ഓർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് കർത്തൃകത്തിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആഗതമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതിന് കർത്താവിൻ്റെ കരുത്തിലേക്ക് നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം, ഏൽപ്പിക്കാം. നാം ഓരോ ദിവസവും ചെലുത്തുന്ന ദൈവിക വിശ്വാസ പ്രമാണങ്ങളും നാം അനുഷ്ഠിച്ചു വരുന്ന പ്രമാണങ്ങൾ, നാം അവലംബിച്ചു വരുന്ന ജീവിതചര്യ, ഇതൊക്കെയും ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് വീണ്ടും വീണ്ടും ദൈവവേദനത്താൽ നാം ശോധന കഴിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് എല്ലാ മേഖലയിലും ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഏത് നിമിഷവും നമ്മോട് ഇടപെടുവാൻ തക്ക വിധമുള്ള ആത്മസമർപ്പണങ്ങൾ നമ്മുടെ എല്ലാ നിമിഷങ്ങളിലും നാം ചെലുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും അതിനായി സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാണമങ്ങ് ദൂരെയ ശോഭിതമം പട്ടണം വേഗമങ്ങു നാം ചേർന്നിടുമേ. കർത്തൻ മുഖം കണ്ടു ഞാൻ ആനന്ദിക്കും സമയം എത്ര വേഗം അങ്ങാസന്നമേ. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. ദുഃഖമില്ല കഷ്ടവും കണ്ണുനീരുമില്ലല്ലോ, മരണവും ഇനിയും അവിടെയില്ലല്ലോ. കർത്തൻ തന്നെ വെളിച്ചവും ദൈവവുമായവർക്ക് നിത്യതയോളം വാണിടാമേ. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. നല്ല പോർ പൊരുതിയൻ ഓട്ടമെല്ലാം തികച്ചു വിശ്വാസവും കാത്തിടുമേ. നിധിയിൻ കിരീടവും ജീവനാഥനെനിക്കായി നൽകും നേരം അങ്ങാസന്നമേ. പാടുക. ചേർന്നിടുമേ ചേർന്നിടുമേ താതൻ സന്നിധൗ ചേർന്നിടുമേ. തീർന്നിടുമേ
നീളുമേ. കാണമങ്ങു ദൂരയ ശോഭിതമം പട്ടണം, വേഗമങ്ങു ഞാൻ ചേർന്നിടുമേ. കർത്തൻ മുഖം കണ്ടു ഞാൻ ആനന്ദിക്കും സമയം, എത്ര വേഗം അങ്ങാസന്നമേ. ചേർന്നിടുമേ ചേർന്നിടുമേ, താതൻ സന്നിധം ചേർന്നിടുമേ. തീർന്നിടുമേ തീർന്നിടുമേ, എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. എൻ ദുഃഖമെല്ലാം അങ്ങു തീർന്നിടുമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് പ്രകാശനമായി അങ്ങ് നൽകിയിരിക്കുന്ന തിരുവചനം, ഞങ്ങളെക്കാളും ആശ്വസിപ്പിക്കുന്ന തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളിപ്പോൾ അടുത്ത് വരുന്നു. ഈ ആലയത്തെയും ഇതിൻ്റെ കോമ്പൗണ്ടിനെയും അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കൂട്ടുവരുത്തിയ എല്ലാ ദൈവപുരുഷന്മാർ, എല്ലാ ദൈവജനത്തിനായി നന്ദി. ആത്മാവ് ഞങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കണമേ. എല്ലാ ഉള്ളങ്ങളോടും വാദിക്കുമാറാകണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം ഹേതുവായി നമുക്ക് ഉണ്ടായ വീണ്ടെടുപ്പ് നിമിത്തം ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവ് നൽകിയിരിക്കുന്ന സന്ദേശം സുവിശേഷ നിമിത്തം നാം വീണ്ടെടുക്കപ്പെടുവാനിടയായി വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന് സുവിശേഷ നിമിത്തമുള്ള ഗുണങ്ങൾ, വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം നാമും സുവിശേഷവുമായുള്ള ബന്ധം എന്താണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. നമുക്കൊരു വേദഭാഗം പ്രഥമമായിട്ട് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം 1-2 വാക്യം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം പിടിച്ചുകൊണ്ടാൽ. വീണ്ടെടുക്കപ്പെട്ട ദൈവസമൂഹത്തോടുള്ള ആത്മീയ സന്ദേശമാണ് പൗലോസിലൂടെ നമുക്ക് ലഭിക്കപ്പെടുവാനായിട്ടിടയായത്. ഇന്ന് രാത്രിയിൽ ആത്മാവ് ചില വചനങ്ങൾ നമുക്ക് നൽകുമ്പോൾ ആ വചനങ്ങൾ സ്തോത്രത്തോടു കൂടി ജാഗരിച്ച് വചനത്തിനുള്ളിൽ ക്രിയ ചെയ്യുവാൻ നാം അവസരം കൊടുക്കുമ്പോൾ ആത്മശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരുവാനായിട്ടിടയാകും. ദേഹം ദേഹി ആത്മാവ് എന്ന 3 വിധമായ മേഖലയിലൂടെ ദൈവം നമ്മെ സൃഷ്ടിപ്പാനായിട്ടിടയായി. പിതാവായ ദൈവത്തിന് ഒരു മനുഷ്യനോട് ഒരു കാര്യം അറിയിക്കുവാനുണ്ടെങ്കിൽ നാം അറിയുന്നത് പോലെ നമ്മുടെ ആത്മാവിലാണല്ലോ നാം ദൈവശബ്ദം കേൾക്കുന്നത്. പിശാചൻ ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ വ്യക്തിത്വമായ ദേഹി, ഹൃദയ വിചാര വികാര ഭാവ സമ്മിശ്ര ലയമെന്ന് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യന്റെ രണ്ടാം വ്യക്തിത്വമായ ദേഹിയിൽ അവൻ ചിന്തയിലൂടെ പ്രവേശിച്ച് ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ അവൻ പ്രേരണ വരുത്തിക്കൊണ്ടേയിരിക്കും. വ്യക്തിബന്ധങ്ങളിലൂടെ, ഫോൺ കോളുകളിലൂടെ, കാണുന്ന കാര്യങ്ങളിലൂടെ, കേൾക്കുന്ന കാര്യങ്ങളിലൂടെ, അനുഭവിക്കുന്ന മാനസിക മുറിവുകളിലൂടെ, പലവിധമായ ആശയ ചിന്തകളിലൂടെ അവൻ ദേഹിയിൽ കടന്ന് ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുവാൻ നിർബന്ധിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുവാൻ തയ്യാറാക്കുകയോ ചെയ്യുവാനായിട്ടിടയാകും. നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവിക സന്ദേശങ്ങളാകട്ടെ, നമ്മുടെ ദേഹിയിൽ വെളിപ്പെടുന്ന സാത്താന്യ ഇച്ഛകളാകട്ടെ, ഇത് പ്രായോഗികമാക്കപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സഹായം ആവശ്യമാണ്. ആമേൻ. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ നമുക്കൊരു സന്ദേശം ലഭിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉപവസിക്കുവാനും പ്രാർത്ഥിപ്പാനും നമ്മുടെ ശരീരം തയ്യാറാകുന്നില്ല എങ്കിൽ ഉപവാസ പ്രാർത്ഥന എങ്ങനെ ഇരിക്കും? ആമേൻ. നമ്മുടെ നാളുകളായി മാനസികമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഉപജീവന മാർഗങ്ങളിലോ നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മെ എപ്പോൾ കണ്ടാലും മാനസികമായി വല്ലാതെ നിരാശപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പിശാച് നമ്മുടെ ദേഹിയിൽ വന്നിട്ട് ചോദിക്കും, നീ ആണാന്നുള്ള കൈമുത്തൊന്ന് കൊടുക്ക് എന്ന് പറയുവാനിടയാകും. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യിപ്പിക്കുവാനായിട്ട് സാത്താൻ അവൻ ആയുധമായി കടന്നു വരുമ്പോൾ കൈനീട്ടൊന്ന് കൊടുക്കുവാനായിട്ട് ഈ ശരീരവും തയ്യാറാകണം. ഇങ്ങനെ 2 വിധമായ ശക്തികൾ തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടത്തിന്റെ
പരിണിത ഫലങ്ങളാണ് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് അറിയുവാൻ കഴിയുന്ന സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും. ഇന്ന് രാത്രിയിൽ വചനോന്മുഖമായി ഈ ദൈവജനത്തോട് ആത്മാവിനെ കൈമാറുവാൻ താല്പര്യപ്പെടുന്ന മേഖല എന്ന് പറയുന്നത്, നാം അറിഞ്ഞിരിക്കുന്ന ഈ വചനത്തിന് സമൂലമായ ക്രിയകൾ നമ്മിൽ വെളിപ്പെടുത്തി പിതാവായ ദൈവത്തിന്റെ ഇച്ഛയാലുള്ള ആശ അത് ഉറപ്പാക്കേണ്ടതിന് ഈ ദൈവരാജ്യത്തിൽ നാം സവിശേഷത ഉള്ളവരായി തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അപ്പോൾ നാം രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷത്തെ നാം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. സുവിശേഷം ഒരിക്കലായി കേട്ട് നാം വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം നാം അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സുവിശേഷത്തെ നാം മുറുകെ പിടിക്കേണ്ട ആവശ്യകത എന്താണ്? അപ്പോൾ അതിനെ കുറിച്ച് പൗലോസിലൂടെയും ശ്രേഷ്ഠന്മാരായ ദാസന്മാരിലൂടെയും ജീവിത അനുഭവങ്ങളിലൂടെയും ആത്മാവ് നമ്മളെ ഒരുപാട് കാര്യം പഠിപ്പിക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുന്ന ദൈവിക സന്ദേശങ്ങൾ, കർത്താവ് നമ്മെ ദൈവശബ്ദം കേൾപ്പിക്കുന്നത്, ഞാൻ ദൈവശബ്ദം കേട്ടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഞാൻ ദൈവശബ്ദം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതാനുമല്ല. ഇന്നത്തെ അറിയാമോ എന്തിനാ? ദൈവശബ്ദം നാം കേൾക്കുന്നത്, നമ്മെ കർത്താവ് കേൾപ്പിക്കുന്നത്, ആ ദൈവശബ്ദത്തിന് ഒത്തവണ്ണമുള്ള ഒരു ഫലം ഈ ശരീരം പുറപ്പെടുവിക്കണം. ദൈവരാജ്യത്തിൽ ദൈവത്തിന് പ്രയോജന സൂക്തങ്ങളായി നാം മാറണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇച്ഛ. അപ്പോൾ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആ ദൈവവചന ശബ്ദത്തിന് അനുസൃതമായ ഒരു ദൈവവചനം ബോധമനുഷ്യൻ സംഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ടാണ് ധ്യാനാത്മകമായ ദിനചര്യ നമുക്ക് ആവശ്യമായി വരുന്നത്. ഹല്ലേലൂയ. എപ്പോഴും വചനവുമായി ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ ഇടതടവില്ലാതെ വചനങ്ങൾ ഇങ്ങനെ വാമൊഴിയായി പറഞ്ഞുകൊണ്ട് പൊട്ടന്മാരെ പോലെ പോഷന്മാരെ പോലെ വചനം ഇങ്ങനെ വാഗുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ പറയും അത് ഭയങ്കര ഭക്തിയാ, അമൃതമായാൽ അധികവും വിഷമ. അത് അമൃതന്റെ കാര്യമാണ്, വചനത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അമൃത അധികം കുടിച്ചാൽ വിഷമായിരിക്കും, പോക്ക. പക്ഷെ അതിലധികം കുടിച്ചാൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല, ആത്മമനുഷ്യന് വളർച്ച ഉണ്ടാകത്തേ ഉള്ളൂ, ഒരു മാറ്റം ഉണ്ടാകില്ല. മനുഷ്യർ ഈ പറയുന്ന കാര്യങ്ങൾ അവൻ അത് പറയുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പലരും അവരുടെ ആത്മഗതങ്ങളിൽ അതിര് വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് ദൈവസമൂഹത്തോട് പറയുന്നു, മനുഷ്യർ വച്ചിരിക്കുന്ന അതിര് പരമ്പരകളെ കാര്യമാക്കാതെ ദൈവം നമ്മെക്കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന ആ നിർണയങ്ങളെ വചനത്തിന്റെ അറിവിനാൽ ബോധപൂർവം മനസ്സിലാക്കി അതിനനുസരിച്ച് നാം നടപ്പിൽ നിഷ്കളങ്കരായി തീർന്നാൽ ദൈവത്തിന്റെ മഹിമയേറിയ പദ്ധതികൾക്ക് നാം സാക്ഷിപത്രങ്ങളായി തീരുമെന്നതിൽ രണ്ടു പക്ഷമില്ല. ആ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ജയം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവശബ്ദം നമ്മുടെ ആത്മമനുഷ്യർ കേൾക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ലഭിക്കപ്പെടുന്ന ദൈവശബ്ദങ്ങൾക്ക് അനുസൃതമായി ബോധമനുഷ്യൻ സംഗ്രഹിച്ചിരിക്കുന്ന വചനത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ശരീരം ഒരു ഫലം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ്. ഒരു വചനം തന്നെ സ്ഥിരമായി കേൾപ്പാനിടയായാൽ നിങ്ങൾക്ക് മനസ്സ് ബുദ്ധിമുട്ടാറുണ്ടോ? നിങ്ങൾ രാജൻ വിക്ടറിനെ വിളിക്കുകയാണ്, ആശയുടെ മോനെ സ്ഥിരമായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളിക്കാൻ വേണ്ടി ഞാൻ വരത്തില്ല. എങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്വത്രം, ഞാൻ എപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചാലും ഞാൻ സെയിം വാക്യം തന്നെ വായിക്കും, ആ വാക്യം തന്നെ പ്രസംഗിക്കും. അതേ രീതി തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര എൻ്റെ പ്രസംഗം കേൾക്കും? നിങ്ങൾ എന്നെ എപ്പോഴും എവിടെ വെച്ച് വിളിച്ചാലും, അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് പ്രസംഗിക്കുന്നു പറഞ്ഞാൽ രാജൻ വിട്ട് പ്രസംഗിക്കുന്നു, ഇവിടെ നിങ്ങൾക്ക് അറിയാം അയാൾ പ്രസംഗിക്കാൻ പോകുന്ന വാക്യം ഇന്ന വാക്യമാണ്, അയാൾ പറയാൻ പോകുന്ന ഉദാഹരണം ഇന്ന ഉദാഹരണമാണ്, ഏകദേശം ഇത്ര സമയം കൂടെ പ്രസംഗം നടത്തും എന്ന് നമുക്കറിയാം, പാടുന്ന പാട്ടാണെന്നറിയാം. സെയിമായിട്ട് പ്രസംഗിക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ എത്ര പ്രസംഗം കേൾക്കാൻ തയ്യാറാണ്? നിങ്ങൾ എന്തായിരിക്കുന്നത്? കൂടിപ്പോയ ഒരു 5 പ്രസംഗം. ആശാരോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഞാൻ എൻ്റെ ചത്തു എൻ്റെ അപ്പനോടുള്ള സ്നേഹം കാരണം ചിലപ്പോൾ ഒരു 5% കേൾക്കുമായിരിക്കും. 6ാമത്തെ പ്രസംഗം പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം ആ വായിക്കുമ്പോൾ തന്നെ ഒരാളെങ്കിലും മുമ്പോട്ട് ഒന്ന് പറയും, ദൈവപുരുഷൻ, ദയവായി നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ദയവായി അതിൻ്റെ മുകളിലുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഉള്ളതോ ആയ ഒരു വാക്യം വായിച്ച് ദയവായി ഒന്ന് പ്രസംഗിച്ചാട്ടെ. ഒരു വാക്യം സ്ഥിരമായി കേൾപ്പാനിടയായാൽ നിങ്ങൾക്ക് മനസ്സ് മുഷിക്കാറുണ്ടോ? എന്നാൽ അത് ദൈവികമല്ല, അത് സാധാന്യമാണ്. ഒരു മനുഷ്യന്റെ ഒരു ആയുസ് മുഴുവനും പ്രസംഗിച്ചാൽ തീരാത്തതാണ് ദൈവത്തിന്റെ വചനം. എൻ്റെ അപ്പൻ 55 വർഷം പ്രസംഗിച്ചിട്ട് തീർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഔദ്യോഗികേണ്ട ആവശ്യമില്ല. ആചാര്യ 55 വർഷം പ്രസംഗിച്ചിട്ട് തീരാത്തതാണ് സുവിശേഷം. ആചാര്യയുടെ തലമുറ എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല. മനുഷ്യൻ നിത്യത വരെ ഇതിന്റെ മുഖത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നാം വചനത്താൽ എന്ത് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നോ അതിന്റെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ കർത്താവ്. നാം സ്വർഗത്തെ കുറിച്ച് വചന നിമിത്തം എന്തൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അതിനേക്കാൾക്ക് അപ്പുറമാണ് യഥാർത്ഥത്തിൽ സ്വർഗം. കാരണം കേവലം കൃമിക്കിരയാകുന്ന അകത്തേക്ക് വലിക്കുന്ന ശ്വാസം തിരികെ വരുന്നില്ലെങ്കിൽ കൃമിക്കിരയാകുന്ന മനുഷ്യന്റെ ബലഹീനമായ ഈ തലച്ചോറിനകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ശേഷി ഇല്ല ഈ മനുഷ്യന്. അത്രയും ഭയങ്കരമാണ്. മനുഷ്യന്റെ ജ്ഞാനത്തിന് അപ്പുറമാണ് ദൈവത്തിന്റെ പോഷത്വമെങ്കിൽ
നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആത്മപ്രകാശം അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. എന്നാലും നാം ഗ്രഹിച്ചിരിക്കുന്ന ബോധമനുസരിച്ച് ഗ്രഹിച്ചിരിക്കുന്ന അറിവിനേക്കാൾ എത്രയോ അപ്പുറമാണ് നാം കാണുവാൻ പോകുന്നത്. ഭൂമിയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ തയ്യാറാകണം. ഇത് പ്രത്യാശയില്ലാതെ വന്നിരിക്കുക ആൾക്കാർക്ക് ആകെ മാനസികം മുറിവേൽക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യാശ നാം മുറുകെ പിടിക്കണം. പ്രത്യാശ കൈവിടരുത്. ആകാശം ഭൂമി നമ്മുടെ മുമ്പിൽ തലകീഴായി മറിയുന്നത് വന്നാലും സ്വബോധമുള്ള നിമിഷം വരെയും വചനം മുറുകെ പിടിക്കുവാൻ തയ്യാറാകണം. അവസാനത്തെ ശ്വാസവും വിച്ചമ്പയും പറയാൻ ഉപയോഗിക്കാതെ സ്തോത്രവും അല്ലേലും പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. സ്വബോധമുള്ള നാളിൽ ഈ വചനത്തിന് മുമ്പിൽ നീ ആദരവ് കൊടുത്താൽ, സ്വബോധമില്ലാത്ത നാളിലും ഈ വചനം നീ സ്വബോധമുള്ളവനെ പോലെ സംസാരിപ്പാൻ കഴിയുന്നു. സുഖമുള്ള നാളിൽ ഈ വചനത്തിന് ബഹുമാനം കൊടുത്താൽ, സുഖമില്ലാത്ത നാളിൽ ഈ വചനം നിനക്ക് ബന്ധം നൽകും. വചനത്തോട് ചേർന്ന് വസിക്കുവാൻ ആര് തയ്യാറാകുമോ അവരിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മേഖലയിൽ കുറവുകൾ കണ്ടെത്തി നമ്മെ തന്നെ മുറിവേൽപ്പിക്കുവാൻ ഇടയാകാതെ, നമ്മുടെ തെജസ്സിനെ കളങ്കപ്പെടുത്തുവാൻ ഇടയാകാതെ നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് മുൻകൂടെ പ്രയാണം ചെയ്യുവാൻ ആത്മാവ് ദൈവസമൂഹത്തോട് ഇന്ന് ഈ രാത്രിയിൽ ആലോചന പറയുന്നു. രക്തത്താൽ ചെയ്യും. ദൈവം ഈ തലമുറയിൽ അടയാളം ചെയ്യും, അത് ഉറപ്പാണ്. ദൈവം ഈ ന്യൂയോർക്കിലുള്ള ദൈവസഭകളിൽ എവിടേക്കെങ്കിലും ദൈവം ചില അടയാളങ്ങൾ ചെയ്യും. അത് ഈ തലമുറ വിശ്വസിക്കുവാൻ, ഭയത്തോടെ വിശ്വസിക്കുവാൻ തക്ക വിധമുള്ള നിലവാരത്തിൽ ആത്മാവ് അത്ഭുതം ചെയ്യും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം US വരുന്ന സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ടൈമിൽ 2020 വരുന്ന സമയത്ത് ഞങ്ങൾ മൺഹാട്ടിൽ ഇപ്പുറമുള്ള ഒരു ടൗൺ സിറ്റിയിൽ ഇങ്ങനെ ട്രാക്ട് 2 സൈഡിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളോട് കൂടെ ദേവാസം പറഞ്ഞു, ഇവിടെ ട്രാക്ട് കൊടുക്കുന്ന വെച്ച പ്രശ്നമാണ്, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷൂ വെടിവെച്ച് കളയും, എല്ലാത്തിൻ്റെ കൈ പോകൊക്കെ കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ 2 ദേവാസന്മാർ നാട്ടിൽ നിന്നവരാണ്. ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെ നടന്ന് ഞങ്ങളെ കൊണ്ടുപോയി ദേവാസൻ വണ്ടിയിൽ ഞങ്ങൾ ഇറക്കി വിട്ടു. ഞങ്ങൾ 2 സൈഡിലും കൊടുത്തു വരികയാണ്. ഒരു കറുപ്പ് പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് വായിച്ചിട്ട് ജീസസ് ലവ്സ് യു എന്ന് വായിച്ചില്ല, പകുതി ഞങ്ങളുടെ വായിച്ചപ്പോഴത്തേക്ക് തന്നെ ചുരുട്ടി ഒറ്റ എറിഞ്ഞ മുഖത്തൊരു തുപ്പ് തന്നെ. അപ്പോൾ ഇവരൊക്കെ കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കായി പരിശുദ്ധാത്മാവ് വരുത്താൻ പോവുകയാണ്. നിങ്ങൾ പോഷന്മാരെ പോലെ നിങ്ങൾ ട്രാക്ട് മിനിസ്റ്റർ ചെയ്യുക, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക, ധൈര്യമായിട്ട് ഇറങ്ങുക. എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ച് മേലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തരാൻ ദൈവത്തിന്റെ പക്കലില്ല എങ്കിൽ നമ്മൾ ഇത്ര നാൾ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കർത്താവ് നമ്മൾ കർത്താവിന്റെ രീതിയിലേക്ക് ചെല്ലുമ്പോൾ, എനിക്ക് അടുത്ത വചനത്തിൽ ഞാൻ ഇങ്ങനെ പ്രസംഗം വേണ്ടി ഒന്നല്ല, കർത്താവ് നമ്മുടെ മുമ്പിലേക്ക്, നമ്മൾ കർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കും, ഇല്ലേ? ആ പ്രിയ മകളെ, നീ വരിക, എത്രയോ നാള് നീ കഷ്ടത്തേക്ക് അനുഭവിച്ചതല്ലയോ, നീ എന്നെ കൈവിട്ടില്ലല്ലോ, വരിക എന്ന് പറഞ്ഞ് കർത്താവ് നോക്കും നമ്മുടെ മുഖത്തേക്കായിരിക്കില്ല, നമ്മുടെ കയ്യിലേക്കായിരിക്കും. ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പാനിടയാകാതെ വെള്ളവും ഊറ്റി നൽകി വീണ്ടെടുക്കുവാനിടയായതുകൊണ്ട് നീ എനിക്ക് പ്രത്യുപകാരമായി എന്തെങ്കിലും ഗിഫ്റ്റ്, എന്തെങ്കിലും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടോ? കർത്താവിന് ആഗ്രഹം കാണത്തില്ലയോ? ദീർഘനാളുകൾ കൊണ്ട് കാണാതിരിക്കുന്ന മക്കൾ വിദേശയാത്രയിൽ കഴിഞ്ഞ് വിദേശത്തിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ആ പ്രായമുള്ള അപ്പനും അമ്മയും അവരാവലോടെ മകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എന്തായാലും എത്ര വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാലും ആ അപ്പൻ്റെ കൈ കൊടുക്കുവാൻ ഒരു ചെറിയ സാധനം ആ മകൻ്റെ കാണും. ഒരുപക്ഷെ വില കുറഞ്ഞതാണെങ്കിൽ പോലും എന്തൊരു സന്തോഷമായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യൻ രൂപ ഒരു 50 രൂപ പോലും വിലയില്ലാത്ത സാധനമായിരിക്കാം. പക്ഷെ മകൻ കൊണ്ട് കൊടുത്ത ആ ഗിഫ്റ്റ് ആ പിതാവിന് ഒരു തലമുറ, ഒരു ആയുസ്സും മുഴുവനും സന്തോഷിപ്പാൻ മകൻ നൽകുന്നതായിരിക്കും മാറും. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കാഹളം കേട്ടാൽ, അല്ല ഇന്ന് നിന്റെ മരണമെങ്കിൽ നീ വെറും കൊയ്യോടെ ആയിരിക്കുമോ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്? അതോ കർത്താവെ, ഒരു കണ്ണും ദയ തോന്നാതിരുന്നപ്പോൾ ഞാൻ ആയിരുന്ന പാളയത്തിന്റെ അരികിലേക്ക് വന്നു, എന്നെ കരം പിടിച്ച് കയറ്റി, എൻ്റെ വായിൽ പുതിയ പാട്ട് തന്ന് എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്നത് കൊണ്ട് ഇതാ എൻ്റെ അനുഭവം. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചു, അവൻ വീണ്ടെടുക്കപ്പെടുവാനിടയായി. ഇതാ അവൻ്റെ ആത്മാവ് ഒരു കയ്യിൽ ഒരു ആത്മാവിനെയെങ്കിലും അവന് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ ഇത്ര നന്മ അനുഭവിച്ചിട്ട് നാം ദൈവത്തോട് കാണിക്കുന്ന വലിയ ചതിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കർത്താവേ, ഒരാത്മാവ് എനിക്ക് തരണം, എനിക്കൊരാത്മാവിനെ വേണം, ഒരാളെങ്കിലും എനിക്ക് അങ്ങയുടെ കരുത്തിൽ കൊണ്ടുതരണം. അതാണ് എൻ്റെ വാഞ്ച, അതാണ് എൻ്റെ ആഗ്രഹം. മനുഷ്യൻ മത്സരിക്കട്ടെ,
സുവിശേഷകന്മാർ മത്സരിക്കട്ടെ, പ്രസംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ആക്രമിച്ചു കൊള്ളട്ടെ, പക്ഷെ കാഴ്ചപ്പാട് വിട്ടു പോകരുത്. കാഴ്ചപ്പാട് എന്തായിരിക്കണം? കർത്താവേ, എന്നെ ഈ നിലവാരത്തിൽ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പിണ്ണാകാരമായിരുന്നപ്പോൾ അമ്മ വശം കെട്ട് ഒന്ന് ചരിഞ്ഞ് കട്ടിൽ തിരിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചാപിള്ളയായി പുറത്തു വരേണ്ടതാണ്. ജനിച്ചതിന് ശേഷമോ ആദ്യത്തെ ദിവസങ്ങൾ അമ്മ ഉറക്കം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ശേഷിയില്ലാതെ ഒരുപക്ഷെ ഒന്ന് തിരിയണമെങ്കിൽ ഉണർന്ന് കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കി തിരിഞ്ഞ് വളരെ സൂക്ഷ്മത്തോടെ വളർത്തി. ആ കയ്യിൽ ചെറിയൊരു പിഴവുണ്ടായാൽ, കുളിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിരൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് താന്നു പോയാൽ, ഏതെങ്കിലും മർമ്മത്തിൽ ഒരു ചെറിയ പിടി വീട് കഴിഞ്ഞാൽ, തൂക്കിയെടുക്കുമ്പോഴോ തുടയ്ക്കുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ഒരു പിടി വീട് കഴിഞ്ഞാൽ ആയുഷ് മൊത്തം അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ട എന്നെ യാതൊരു ഊനവുമില്ലാതെ എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന കർത്താവേ, എനിക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകി, മാന്യമായ കുടുംബജീവിതം നൽകി, മാന്യമായ ദേശത്തിന്റെ പിതാക്കന്മാരുടെ ചാർച്ചക്കാരുടെ സ്നേഹിതരുടെ നടുവിൽ എനിക്ക് മാന്യത വരുത്തി എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. നന്ദി, നന്ദി കർത്താവേ, നന്ദി. ആ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് തൃപ്തരായി തീരുവാൻ ഇടയാകരുത്. ഒരാത്മാവിനെ നേടുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുക. ദൈവസഭയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരിക. കൂടെ വർക്ക് ചെയ്യുന്നവരോട് ധൈര്യമായിട്ട് സുവിശേഷം പറയുക. ദൈവം അനുവദിക്കാതെ നിന്റെ തലേ പോലെ രോമം താഴെ വീഴത്തില്ല. യേശുവിന്റെ നാമത്തിൽ താഴെ വീഴത്തില്ല. ധൈര്യമായിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ. ഏത് അറബി ദേശത്തും പറയാം, രക്തത്താൽ ചെയ്യാം. ഞാൻ ചുമ്മാതെ വാചകനാകുകയല്ല, ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും അനുഭവമുണ്ട്, അല്ലാതെ ചുമ്മാതെ പറയത്തില്ല. യേശുവിന്റെ മഹത്വം. അജ്മാനിൽ ജോലി ചെയ്യുന്ന ഒരു ആന്റി, അവരുടെ ഹോസ്പിറ്റലിൽ ഭയങ്കര അവിടുത്തെ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നക്കാരിയാണ്. എന്ത് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് കയറുന്ന ഉടനെ കാലുകുത്തി പ്രാർത്ഥിക്കുക, കർത്താവേ ഇന്ന് ആ പ്രതിബന്ധം എനിക്കെതിരെ കടന്നു വരല്ലേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് കയറുമ്പോൾ എന്താ ദൂഷം പോലെ വേണ്ടി വന്ന് നിൽക്കും. അപ്പോൾ മുതൽ ഊട്ടി കംപ്ലീറ്റ് പ്രശ്നമാണ്. അവസാനം എന്നാ ചെയ്തു? ഈ ആന്റി പ്രാർത്ഥിച്ചത് കർത്താവ് ഒന്നുകിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മാറ്റണം, അല്ലെങ്കിൽ അവരെ മാറ്റണം എന്നായിരുന്നു പ്രാർത്ഥന. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിപ്പാട് കിട്ടി. എന്താ അറിയാമോ? കർത്താവെ ആ സഹോദരി വീണ്ടെടുക്കണമെന്ന്. അറബി പെണ്ണിനെ ആര് വീണ്ടെടുക്കാൻ? എന്ത് വീണ്ടെടുക്കാൻ? രക്തത്താൽ ചെയ്യാം. ഒരു ദിവസം അവരുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് എന്താ എന്ന് ചോദിച്ചു. അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. കുടുംബത്തിലൊരു വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ധൈര്യമായിട്ട് ആ ആന്റി അവരോട് സംസാരിച്ചു. ഏകദേശം 4-4.5 മണിക്കൂർ ഞാൻ അവർക്ക് സുവിശേഷം ഒരു അർദ്ധരാത്രി പറഞ്ഞു കൊടുത്തു. പ്രഭാതത്തിൽ അബുദാബി കൊണ്ട് വിശ്രാമപ്പെടുത്തുവാൻ കർത്താവ് അവസരം ഒരുക്കി. പ്രിയ സഹോദരങ്ങളെ, രാജ്യ പ്രതികൂലമായാലും നിയമ പ്രതികൂലമായാലും നിങ്ങൾക്ക് മനസ്സുണ്ടോ വിശ്വാസത്തിലേക്ക് വരാൻ? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നേടുവാൻ ദൈവത്തിന് കഴിയും. കഴിയും സഹോദരങ്ങളെ. എന്തിനാ കൃപാവരം, എന്തിനാ വെളിപ്പാട്? മനസ്സുണ്ടോ? നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എത്ര മുർഘടനായാലും അവനെ ഈ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക. ആലയം ദൈവം ആത്മാക്കളെ കൊണ്ട് ദൈവസഭകൾ നിറയണം യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആയിരിക്കുന്ന ആരാധന ആലയങ്ങളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറം ഇപ്പുറം കസാര ശൂന്യമാണെങ്കിൽ ആ വിശുദ്ധ ആരാധന നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇടം കൈയും വലം കൈയും ആ കസാരയോട് വെക്കണം. കർത്താവെ, അടുത്ത ആഴ്ചയിൽ ഈ കസാരയിൽ ഓരോ ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരാൻ പോകുന്നതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലെങ്കിൽ കാവളൊന്നും കേൾക്കത്തുള്ള കാര്യം ഞാൻ പറയാം. വചനം കാണാതെ പഠിച്ചാലും എന്തെല്ലാം ചെയ്തെന്ന് വന്നാലും എത്ര ഉപദേശമാർക്ക് നന്മ കൊടുത്തെന്ന് വന്നാലും കർത്താവ് ഇച്ഛിക്കുന്ന ആത്മ നിലവാരങ്ങൾ പ്രവൃത്തിയിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ താളം കേൾക്കാനൊക്കെയില്ല. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ അപ്പുറം ഇപ്പുറം സ്ഥലം ഒരിക്കലും ശൂന്യമാകുവാൻ നാം അനുവദിക്കരുത്. ഹല്ലേലൂയ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ 2016 തീർന്നു പോകുന്നതിന് മുമ്പ് അങ്ങയുടെ വരവ് സംഭവിക്കുന്നില്ല എങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ കസര വ്യക്തിയെ കൊണ്ട് നിറയും എന്ന് പറയുന്ന വിധത്തില് ഒരു ആത്മാവിന്റെ ഒരുക്കവും ആ വാഞ്ചയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഒരുക്കിയെടുക്കണമെന്ന് ദൈവസഭയോട് ഇന്ന് പകൽക്കാലം രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുവാനായിട്ടിടയായി. രക്തത്താൽ വചനത്താൽ ജയം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ടാൽ ആ സുവിശേഷത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഈ ശക്തി ദേശത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സുവിശേഷ പ്രവർത്തനം മുഴുവനും 4 ഭിത്തിക്കകത്താണ്. പക്ഷെ പുറത്തേക്ക് പോകണം. ധൈര്യമായിട്ട് പുറത്തേക്ക് പോകണം. ആഴ്ച ഒരിക്കൽ പോകണം. മാസത്തിൽ ഒരിക്കൽ പുറത്തേക്ക് ഇറങ്ങണം. മലയാളികളായ ആൾക്കാർ നോക്കിയില്ല, നിങ്ങളെ കർത്താവ് ഈ രാജ്യത്ത് കൊണ്ടുവന്നെങ്കിൽ ഈ രാജ്യത്തെ ആൾക്കാരെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ അവരെ സുവിശേഷത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം എന്ത് ക്ലേശം. വെടിയേറ്റ് ചത്താൽ ഇവിടെ കിടന്ന് പിന്നെ എന്തിനാ കെട്ടു അനുഭവിക്കുന്നത്? വലിച്ചിരിക്കണല്ലോ. നേരെ പ്രമോഷൻ അല്ലേ മേലോട്ട്. ആവുന്ന കാര്യം പറഞ്ഞപ്പോ ഒരാൾ പോലും ചേച്ചി മേലോട്ട് പോണോ?
ചിന്തകളെ മാറ്റിക്കൊണ്ടുവരണമെന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. റോമലേഖനം 1-16 വാക്യം നമുക്കറിയാം. പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവ ശക്തി ആകുന്നുവെന്ന്. 1 കൊരിന്ത്യർ 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ പറയാറുണ്ടെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല, നമുക്കോ ദൈവശക്തിയും ആകുന്നു. അപ്പോൾ ഈ 2 വാക്യത്തിൽ നമുക്ക് മനസ്സിലാകാം സുവിശേഷത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ക്രൂശിന്റെ വചനത്തിന് എന്തുണ്ട്? ശക്തിയുണ്ട്. ഈ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി, ഈ സുവിശേഷത്തിന്റെ ശക്തിയാണ് അധമപാതാളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പിശാച് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കുടുംബാവികളെ രൂപാന്തരപ്പെടുത്തി വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ബലത്തോടെ നിർത്തുമാറാക്കുന്ന ശക്തി. അങ്ങനെയെങ്കിൽ നാം വീണ്ടെടുക്കപ്പെടുവാൻ ഇടയാക്കുമാറാക്കിയ ഈ സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വസിച്ച് ഈ ശരീരം അതിന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളെ വെളിപ്പെടുത്തുവാനായി നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വസിച്ച്, ആത്മാവിൽ വസിച്ച് നമ്മുടെ ശരീരത്തിൽ അതിന്റെ പ്രതിഫലനങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം. സുവിശേഷം പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. സുവിശേഷം പറയുവാൻ തയ്യാറാകണം. ഏതു നിലയിലും ആത്മാവിന്റെ സന്ദേശം കൈമാറുവാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ തലത്തെക്കുറിച്ച് ആത്മാവ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സുവിശേഷത്താൽ നമുക്ക് ലഭിക്കപ്പെട്ട ആത്മശക്തി നാം വേണ്ടതുപോലെ വിനിയോഗിക്കുന്നില്ല എങ്കിൽ ദൈവം ചില പരിപാടിയൊക്കെയാണ്. അങ്ങനെ പരിപാടികളൊക്കെ വില കൊടുത്തിയ ആൾക്കാർ ഇഷ്ടം പോലെ നമുക്ക് വേദപുസ്തകത്തിലും നമ്മുടെ അനുഭവത്തിലും നമ്മുടെ കുടുംബങ്ങളിലും പലരും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം സുവിശേഷ നിമിത്തം നമ്മളിൽ കൈമാറി നൽകിയ ആത്മശക്തി ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുവാനല്ല, അത് രാജാക്കന്മാരുടെ നടുവിൽ, രാഷ്ട്രങ്ങളുടെ നടുവിൽ, ഗ്രാമങ്ങളുടെ നടുവിൽ, ഗോത്രങ്ങളുടെ നടുവിൽ ആ രക്ഷാനായകനായ ദൈവത്തിന്റെ ദുരുസന്ദേശമാകുന്ന സുവിശേഷ നിമിത്തം ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മശക്തിയാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അധികാരവും ശക്തിയും വെളിപ്പെടുവാൻ ദൈവം രാജാക്കന്മാരെ ഇളക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരെ തകർക്കും. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചത് ദയവായി. വേഗത്തിൽ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 2 രാജാക്കന്മാർ 6:11. ഇല്ല, മതി. ഇത് ഹേതുവായി 6-ാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. എവിടെയെങ്കിലും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലയിടത്ത് കലക്കോ ഇളക്കോ ഒക്കെ ഉണ്ടാകും, അത് ഉറപ്പാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഓർത്തു പോകണം, സുഗമമായി കൊണ്ടുപോകത്തില്ല, ഒരു ആത്മീയ പോരാട്ടം മുമ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് ആത്മാവ് രാത്രി തട്ടുണർത്തിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് നിയോഗം കിട്ടാറുണ്ട്. അപ്പോൾ നാം എഴുതിട്ട് ചുമ്മാ പ്രാർത്ഥിക്കുന്നത് ഉണർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം തുടങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ ആയിരിക്കാം ഒരു വലിയ പ്രതിബന്ധം കടന്നു വരാനായിട്ട് പോകുന്നത്. ചിലപ്പോഴൊക്കെ ആത്മാവ് നമ്മളെ നിയോഗം നൽകും. ഒരുപക്ഷെ എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അല്പം കഴിയുമ്പോഴായിരിക്കും നാട്ടിൽ നിന്ന് കോൾ വരുന്നത്, ഒരു ആക്സിഡന്റ് അവർക്കുണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ആ പ്രാർത്ഥിക്കുന്ന ആ രാത്രിയിൽ നാം പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഡെഡ് ബോഡിയെ കുറിച്ചുള്ള വാർത്ത കേൾക്കാൻ ഇടയാകത്തുള്ളൂ. അപ്പോൾ ആത്മനിയോഗത്താൽ ദൈവം നമ്മളെ തട്ടി ഉണർത്താറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആരെങ്കിലും ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറാകുമ്പോൾ അതിന്റെ പരിണിത ഫലങ്ങൾ ബാഹ്യതലങ്ങളിൽ അത് വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയാകും. ഒരു അഭിഷിക്തൻ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാനിടയായി. അവൻ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഉദവി ചെയ്തുകൊണ്ട് അബ്രഹാമ്യ പുത്രന്മാർക്ക് വേണ്ടി ദൈവം ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തിയ ദൈവിക വെളിപ്പാടിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന അനുഗ്രഹീതനായ ഒരു പ്രവാചക വര്യൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിർബാധം തുടർന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 6-ാം രാജാവിന്റെ ഒരു സന്ദേഹം, പട പോലെ പടർന്നു കിടക്കുന്ന ഇസ്രായേൽ പരീക്ഷകളെ ഒരു പാഠം പഠിപ്പിക്കണം. അവരെന്ത് ചെയ്യണം? അവരെ തകർക്കണം. അങ്ങനെ അവരെ നേരിട്ട് തകർക്കുവാനിടയാകാതെ തന്ത്രപരമായ നീക്കങ്ങളെ നീക്കി അവൻ പതിയിരിപ്പുകാരെ അയച്ച് ഇസ്രായേലിലെ പിൻഭാഗത്തു നിന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾ വെനിയുന്ന അവസ്ഥകളാണ് ആ അദ്ദേഹത്തിന്റെ പ്രമേയം. നമുക്കത് അറിയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കൽ തന്റെ നായകന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്ന വശമായി ചുറ്റി സഞ്ചരിച്ച് ഇന്ന ഗഹൂരങ്ങളിൽ പതിയിരിപ്പിൻ, ആയുധമായി പതിയിരിപ്പിൻ. ഇസ്രായേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ പിൻപിൽ നിന്ന് ആക്രമിച്ച് അവരെ തോൽപ്പിക്കുവിൻ. വാസ്തവത്തിൽ രാജാവ് കാണിച്ചു കൊടുത്ത ലക്ഷ്യമാക്കിക്കൊണ്ട് അവരിങ്ങനെ പ്രയാണം ചെയ്തു. മലമടക്കുകൾ കയറി പോകുമ്പോഴിതാ
അവിടെ നിന്നും ഇവരെങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചോ ആ സ്ഥലത്ത് നിന്നും ഇങ്ങോട്ട് ആ ആൾക്കാരുടെ ശബ്ദവും പെരുമാറ്റവും കാണുവാനും കേൾക്കുവാനും ഇടയായി. നോക്കിയപ്പോൾ മനസ്സിലായി ഞങ്ങളെക്കാൾ മുമ്പേ അവിടെ ഇസ്രായേലിയർ വരുവാനിടയായി. അങ്ങനെ തിരികെ പോയി. രണ്ടാം പ്രാവശ്യം വീണ്ടും മറ്റൊരു വഴി അവർ കടന്നുപോയി. അവിടെ ഇപ്പോൾ ഇതാ അവരെത്തുന്ന നിമിഷങ്ങൾക്ക് മുമ്പേ അവിടെ ഇസ്രായേലിയർ ഇവരെ കാത്തിരിക്കുകയാണ്. 3 പ്രാവശ്യവും കഴിഞ്ഞപ്പോൾ ആരാം രാജാവിന് മനസ്സിലായി ഒരു കാര്യം. എന്ത് മനസ്സിലായി? തന്നോടുകൂടെ ഇരിക്കുന്ന, തന്നോടുകൂടെ പന്തി ഭോജനം കഴിക്കുന്ന, തന്റെ ചോറ് വാങ്ങിച്ച് കഴിക്കുന്ന ഏതോ ഒരു പാരയായവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ ഇവിടെ രഹസ്യമായി പാസ്സാക്കുന്ന ഓരോ കാര്യങ്ങൾ നദി കടന്ന് അക്കരെ ചെന്ന് ആ രാജാവിനെ, ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്ന ഏതോ ഒരുത്തനുണ്ട്. ആരവിടെ? എന്നോട് കൂടെ ഉള്ളവർ ഇസ്രായേലിലെ ഭാഷക്കാരൻ ആരെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് വേവലാതി കൊണ്ട് അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഇപ്രകാരം പറയുവാനിടയായി, രാജാവേ, കാര്യങ്ങൾ അങ്ങ് ഊഹിക്കുന്നത് പോലൊന്നുമല്ല. പിന്നെ അന്ന് ഈ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് ഇസ്രായേലിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ അവർക്കുണ്ട്. ആരവിടെ? അവൻ പാർക്കുന്ന സ്ഥലം പോയി അന്വേഷിച്ചറിവിൻ, നാം ആളയച്ച് അവനെ പിടിപ്പിക്കും. ദൈവസഭയെ ഈ രാത്രി പരിശുദ്ധാത്മ നമ്മൾ പറഞ്ഞു വരുന്നത്, ദേശത്തിന് വേണ്ടിയോ ഏതെങ്കിലും കുടുംബത്തിന് വേണ്ടിയോ ഒരു കുലത്തിന് വേണ്ടിയോ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ച ആത്മമണ്ഡലത്തിൽ ഒരു പ്രതിബന്ധം നാം അഭിമുഖീകരിക്കേണ്ടി വരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ. ചില ആൾക്കാർ ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാറില്ല, പേടിയാണ്. പാസ്റ്ററെ, ആ വീട്ടിൽ എല്ലാവർക്കും പിശാചാണ്, നമ്മൾ ഇതിന് ആവശ്യമില്ലാതെ കരടിയുടെ വായിൽ കൊണ്ട് തലയിട്ട് കൊടുക്കുന്നത്. അത് വല്ല പ്രവാചകന്മാരോ അഭിഷിക്തന്മാരോ പോയി ഒഴിപ്പിക്കുകയോ പാതൊഴിപ്പിക്കുകയോ ചെയ്തിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ വന്ന് കയറി എൻ്റെ മോക്ക് തലവേദനയായി. ഇതിനൊക്കെ നമ്മളെല്ലാം ഓരോ അടയാളം കണ്ടുവച്ചിട്ടുണ്ട്. അതിനുമുമ്പ് ഒരു തലവേദനയെ കുറിച്ചൊന്നും ചിന്തയില്ല. നീ ആർക്കൊന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കർത്താവ് നിനക്ക് ശിക്ഷയായി തലവേദനയും പല്ലുവേദനയും വൈദ്യനെ കൊണ്ട് വയ്ക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും വാചകമാകത്തില്ല. ഏതെങ്കിലും സാധുവിന്റെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഒരു അശുഭ ലക്ഷണം ഉണ്ടായാൽ ഇപ്പൊ എനിക്ക് അങ്ങനെ വരാൻ കാര്യം എന്താ? കപടമായ വിശ്വാസത്തെ ദൂരീകരിച്ചിട്ട് അപക്വമായ ജാതികളെ പോലെ ജടിലങ്ങളായ പ്രാർത്ഥന മണ്ഡലങ്ങളെ മാറ്റിമറിച്ചിട്ട് അകത്തെ വസിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മാവ് നിന്നോട് ശക്തമായി വാദിച്ചു നൽകിയിരിക്കുന്ന തിരുവചന പ്രകാരം ആത്മതലങ്ങളെ ഒരുക്കുവാൻ ദൈവസഭയോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അതിനെ നമ്മെ ഒരുക്കണം, അതിനെ നമ്മെ ശക്തീകരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ഇന്ന് രാത്രി ആലോചന പറയുന്നത്. അവൻ ആത്മീയ പോരാട്ടത്തിന് വേണ്ടി നമ്മെ സജ്ജമാക്കുവാൻ ദൈവം താല്പര്യപ്പെടുകയാണ്. നാം ശബ്ദമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അടുത്ത ദിവസം ആ വിഷയം പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും ഒറ്റ രാത്രി കൊണ്ട് പിശാച് ചെയ്യും. എന്നാലും സഹോദരമുള്ള നിമിഷം വരെ ആ ലക്ഷ്യം തട്ടിക്കളയാതെ ആ വിഷയത്തിന് വേണ്ടി ലക്ഷ്യത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അതിന്റെ മഹത്വം എത്ര കഠിനമായിരുന്നാലും, എത്ര വർഷത്തെ പാരമ്പര്യമുണ്ടെങ്കിലും, ആര് പ്രാർത്ഥിച്ചത് പ്രതിബന്ധം കാണുവാൻ കഴിയാത്ത വിഷയമാണെങ്കിലും കർത്താവിന് സകലവും കഴിയും. അവന് മുമ്പിൽ ഒരു പോഷയെ പോലെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന വിശ്വാസത്തോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി കാണുവാനായിട്ട് ഇടയാകുമെന്നാണ് ആത്മാവിന്റെ രാത്രി ജനസമൂഹത്തോട് ആലോചന പറയുന്നത്. പ്രവാചകന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചൂട്ടോ എല്ലാം ഉണ്ടെങ്കിൽ പറകി യജമാനന്റെ യുവത്തപ്പവും ചുക്കുകാപ്പയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ക്രമീകരണമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആകുമ്പോൾ ഒരു മൂളലും ഒരു മുഴക്കവും ഒക്കെ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. കണ്ണുറന്ന് നോക്കിയപ്പോൾ പട്ടണം മുഴുവനും ആരാമ്യ പടക്കൂട്ടങ്ങളെ കൊണ്ട് വളഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങിയതിന്റെ 1000 മടങ്ങ് വേഗതയിൽ അകത്തോട് ചാടിക്കയറിക്കാണ്. അയ്യോ നമുക്ക് കഷ്ടം, ആരാമ്യ പടക്കൂട്ടങ്ങൾ ഈ പട്ടണം മുഴുവനും വളർന്നിരിക്കുന്നു. അയ്യോ പിച്ചമ്പയും പറയാൻ തുടങ്ങിയപ്പോ പ്രവാചകൻ എന്നെ ഇതും നമുക്കൊരു 40 ദിവസം ഉപവാസം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചല്ലേ, ദൈവം നമ്മുടെ മുഖം നശിപ്പിക്കത്തില്ല. കർത്താവേ, ദൈവം നമ്മൾ ദൂഷിക്കപ്പെടുവാനുള്ള ആഗ്രഹിക്കുന്നത്. ഈ പോഷമായ അപൂക്കമായ പ്രാർത്ഥന പശ്ചാത്തലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് അകത്തെ വശിക്കുന്ന ആത്മാവിനെ തിരിച്ചറിഞ്ഞിട്ട് ആ ആത്മാവിന്റെ നിലവാരം അനുസരിച്ച് ഈ ദാസിയുടെ മക്കളെ പോലെയല്ല, യജമാനിന്റെ പൈതലിന്റെ മകനെ പോലെ ചിലരുടെ പ്രാർത്ഥനകളൊക്കെ ഞരക്കമാണ്. അത്രയും വേദന അനുഭവിച്ചു കഴിഞ്ഞ് ഞരക്കമാണ്. മക്കളെങ്കിൽ നാം അവകാശികളാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ അബ്രഹാമ്യ പുത്രന്മാർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ശാശ്വത അച്ചാരം നമുക്ക് സൗജന്യമായി ലഭിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അന്തർദർശനം ജ്ഞാനമായി നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ആ അധികാരം നമ്മിൽ വസിക്കുന്ന ആത്മാവിന്റെ അധികാരം ഉപയോഗപ്രദമാക്കി തീർപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുക്കുക,
നിങ്ങൾ സാധാരണക്കാരല്ല പ്രിയമുള്ളവരെ. മനുഷ്യൻ പുറം കണ്ടുകൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കുറവ് കാണാം. നിങ്ങൾക്ക് നിറം കാണത്തില്ലായിരിക്കാം, നിങ്ങൾക്ക് ഗുണം കാണത്തില്ലായിരിക്കാം, എന്തെങ്കിലും വിലകൾ കാണുമായിരിക്കാം. പക്ഷേ കർത്താവ് നിങ്ങളെ കണ്ടാലുണ്ടല്ലോ, നിങ്ങൾ കർത്താവിന്റെ പൊന്നുമനെയാണ്. അവൻ നിങ്ങളെ കാണുമ്പോഴൊക്കെ അവൻ നിങ്ങളെ കുറിച്ച് വളരെ സന്തോഷിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ സമയം കൈമാറിയിട്ടില്ല, സമയം വിട്ടുപോയിട്ടില്ല. ഇനിയും അകത്തെ മനുഷ്യരെ സൗര്യപ്പത്തെ തെളിയിച്ച് പിതാവിന്റെ ഇഷ്ടം പ്രവൃത്തിയുടെ ഫലമായി വെളിപ്പെടുത്തുവാൻ ഇനിയും സമയം നമ്മൾ മുമ്പിൽ ശേഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞ എന്താ, കർത്താവേ എന്റെ കൂട്ടുകാരനെ കട്ടെന്ന് വിടിവിക്കണേ എന്നല്ല പറഞ്ഞേ. എന്താ പറഞ്ഞേ? കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് ഒന്ന് തുറന്നു കൊടുക്കണേ. ഒരു പക്ഷെ തലേരാത്രിയിൽ ആ ദൈവപുരുഷൻ ഇസ്രായേൽ സഭയ്ക്ക് വേണ്ടി ഇടുമെന്ന് മുഴങ്കാലുകളെ മടക്കി നിൽക്കുമ്പോൾ ഒരു പക്ഷെ അവൻ കാണുന്ന ഒരു ദർശനമുണ്ട്. ഇതാ പതിവ് തെറ്റിച്ച് സ്വർഗ്ഗം ഒന്ന് തുറക്കുകയാണ്. കോടാനുകോടി അഗ്നി അശ്വങ്ങളും രഥങ്ങളുമായി ഒരു കൂട്ടം ദൂതസഞ്ചയം താൻ പാർക്കുന്ന പട്ടണ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിട്ടായിരിക്കാം തലേരാത്രിയെ ദൈവപുരുഷൻ ഉണങ്ങുന്നത്. ഇന്ന് രാത്രി ആത്മാവ് നമ്മൾ പറയുന്ന പ്രിയ സഹോദരങ്ങളെ, അന്ധകാരത്തിന്റെ ശക്തികൾ എത്ര പ്രബലമായാലും നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വീണ്ടെടുക്കുന്ന സുവിശേഷത്തിന്റെ നിർമ്മലമായ സത്യത്തിന്റെ അധികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ സഹകാരികളാവാൻ തയ്യാറാകുന്നുവെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും വിധത്തിൽ അന്ധകാര ശക്തികൾ വെളിപ്പെട്ടു വരും. നാം ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകും. അങ്ങനെ നാം വിശ്വാസത്തിന്റെ ചെലുത്തലുകളിലൂടെ അസാധാരണങ്ങളായ പ്രവൃത്തികൾക്ക് ചരിത്രമായി മാറണമെന്ന് ദൈവാത്മാവിന്റെ രാത്രി ദൈവസഭയുടെ ആലോചന പറയുന്നു. ആ പാതകടാവ് വായിച്ച അവസാനം വരുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത കാലത്തെങ്ങും ആരാമ പടക്കൂട്ടങ്ങൾ ആ പട്ടണത്തിലേക്കെങ്ങും ഇസ്രായേൽ ജനതയോട് പല പ്രാവശ്യം കളിച്ചതിന്റെ പരിചയമുണ്ട്. പക്ഷേ അഭിഷക്തിനെതിരെയുള്ള കളി അതവന്റെ അവസാനമായിരുന്നു കേട്ടോ. സാധാരണ അലവലാതി വിശ്വാസികളോട് പിശാച് പല ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാർത്ഥന ഉള്ളത് ഈ ഭജനോട് ഇതിന്റെ പിശാച് ഒന്നേ കളിക്കൂ. എപ്പോഴും കിടന്ന അമ്മാനമാണോ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല കേട്ടോ. പിശാചിന്റെ കയ്യിൽ കിടന്ന് എപ്പോഴും അമ്മാനമാണോ ദൈവം അനുവദിക്കുകയുമില്ല. അവരൊരു പരിധി നിർണയിച്ച് വെച്ചിട്ടുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ ആ അന്ധകാര ശക്തി ഒഴിഞ്ഞു പോയാൽ ആ അധികാരം ഉപയോഗിക്കുക ദൈവം നമുക്ക് വഴികളൊക്കെ നടക്കും. അന്ധകാര ശക്തികളൊക്കെ അങ്ങ് പ്രബലമാകും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പിതാവ് ആശയം ശരിക്കും 1987 ഇവിടെ വരുന്നത്. 87 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആശാരി ഇങ്ങനെ പൈസയൊക്കെ ആയിട്ടാണ് നാടി വന്നത്. ഡ്രം സെറ്റൊക്കെ വാങ്ങി, അങ്ങനെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വാങ്ങി ഞങ്ങളൊക്കെ വളരെ സന്തോഷമായി അങ്ങനെ പോവുകയാണ്. ആ ഇടയ്ക്ക് കോന്നിയിൽ ഒരു കൺവെൻഷൻ നടക്കുവാനിടയായി. ആ കൺവെൻഷന് കുറച്ച് വിശ്വാസികളുള്ളൂ. അന്ന് പെന്തക്കോസ്ത് ഇന്നത്തെ പോലെ വളരെ കുറവുള്ള കാലഘട്ടമായിരുന്നു. ആശാരിക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പറ്റാത്തടത്ത് പ്രസംഗിക്കാനാണ് പുള്ളിക്ക് ഇഷ്ടം. രണ്ടുപേരെ പറയാതെ പുള്ളിക്ക് പ്രസംഗിക്കാൻ നിർത്താൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കോന്നിയിലെ മീറ്റിങ്ങിന് കുറച്ച് വിശ്വാസികൾ മാത്രമേ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് നടക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ ആശാരിയുടെ പ്രസംഗം തലേ ദിവസം ഇച്ചിരി എന്തോ പ്രശ്നമായി മാറി. അങ്ങനെ പിറ്റേ ദിവസം പ്രസംഗിക്കാൻ വേണ്ടി പുള്ളി കയറി നിൽക്കുന്ന സമയത്ത് ഒരു 10-15ഓളം യൗവനക്കാർ കാവ്യവസ്ത്രം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരിയായിട്ട് ഈ ഗ്രൗണ്ടിൽ കൂടെ ഈ സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് ഞങ്ങളുടെ പിതാവിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മൈക്കിൽ കൂടെ വായിക്കണം എന്ന് പറയുവാനുണ്ടായി. ഞങ്ങളൊക്കെ മ്യൂസിക് ഡ്രംസിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ആ BJP-കാരാണെന്ന് മനസ്സിലായി. അപ്പോൾ നോക്കിയപ്പോൾ ഓം എന്ന രംഗം കണ്ടു. പിന്നെ മനസ്സിലാക്കി യേശുവിൽ മാത്രമല്ല രക്ഷ, ശ്രീകൃഷ്ണ ഭഗവാനിലും രക്ഷയുണ്ട്, എല്ലാത്തിലും രക്ഷയുണ്ട് എന്നൊരു അർത്ഥമാണ് വരുന്നത്. അല്ലാതെ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയണ്ട. യേശുവിൽ രക്ഷയുണ്ടോ ഒക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു, പക്ഷേ ശ്രീകൃഷ്ണനിലും രക്ഷയുണ്ട് എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ആശാരിക്ക് മനസ്സിലായി ഇത് വഷളാകാൻ പോവുകയാണ്. അങ്ങോട്ട് ചുരുട്ടിയിട്ട് അവൻ്റെ മുഖത്ത് കൊണ്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ തന്റെ വിളിച്ചോണ്ട് വന്നു അതാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസാക്ഷിയും ഞങ്ങളുടെ ജീവനും എല്ലാം അങ്ങ് ഒലിച്ചങ്ങ് പോയി. ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാം? ഞങ്ങൾ പതുക്കെ ഡ്രംസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ചുരിയാനാണ്, ഇങ്ങനെ അങ്ങോട്ട് 5-8 സിമ്പലൊക്കെ ഉള്ളതുകൊണ്ട് ഈ പെട്ടെന്നുള്ള ഏറിയൊന്നും കൊള്ളത്തില്ല. ഭയങ്കര സന്തോഷമില്ല. ഏത് വഴിക്കാൻ ഏറി വരുന്ന ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്നുള്ള ആശാരിയുടെ പ്രതികരണം അവരെ ബന്ധിച്ചു. ആശാരി ഇങ്ങനെ നിൽക്കുക. ഇനി അടുത്ത പറയാൻ വേണ്ടി പുള്ളി ഇങ്ങനെ നിൽക്കുക, മൈക്ക് കൂടി നിൽക്കുക. അടുത്ത എന്താ വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് ഉടനെ അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ആ ശരി ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പടം തിരിഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോയി. ഓരോ ഭാരത് മാതാക്കി ചെയ്യുന്ന നടക്കുക എന്തൊക്കെ പറഞ്ഞാൽ അവരങ്ങ് പോയി. ആശാരി അവിടെ പ്രസംഗം തുടങ്ങി. പക്ഷേ ആ പ്രസംഗം ആശാരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇരിക്കുന്ന ഓഡിയൻസിനൊക്കെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ആഗ്രഹമാണ്. അച്ചാച്ചന്മാർ പലരും ബൈക്കൊക്കെ സ്റ്റാർട്ടായി. ഒരു കാലം ബൈക്കിനകത്തും ഒരു കാലം തറയിലും അങ്ങനെയായി. കാശാരി ഇരുന്ന ആൾക്കാരൊക്കെ പതുക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഇങ്ങനെ ശരി അച്ചാച്ചന്മാർ വന്നിട്ട് ഭാര്യമാർ ഇപ്പോൾ ഇരിക്കുകയാണ്. അവരെ കണ്ണു കാണിച്ച് പതുക്കെ എഴുന്നിട്ടുള്ളൂ.
അങ്ങനെ ഏകദേശം വല്ലാത്ത രംഗം മസലാക്കി അടി നടക്കുന്നത്. അങ്ങനെ കാണാൻ ആശാരി ഇടുന്ന ഒരു ജുബയുണ്ട്. അതുപോലത്തെ ഒരു ജുബ എവിടുന്ന് ഒപ്പിച്ചുകൊള്ളുന്ന ഇവരെ കുറെ കച്ചയെല്ലാം കൂടെ കുത്തി അതിനകത്ത് കയറ്റിയിട്ട് PV ആശാരി എഴുതിയിട്ട് ഒരു കമ്പിനകത്ത് കുത്തിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞങ്ങൾക്ക് സ്റ്റേജിൽ കൊണ്ട് കാണാം. അപ്പോൾ ആദ്യം കോലം കത്തിക്കും, രണ്ടാമത് ആശാരി കത്തിക്കും, പിന്നെ ഞങ്ങളെ കത്തിക്കും. ആ അവസ്ഥയായി. പക്ഷെ അമേരിക്കയിലൊക്കെ പോകുന്നത് വാട്ടത്തുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ജീവനോട് ശേഷിക്കുവാനിടയായത്. സ്വത്രം ഹല്ലേലൂയ. ദൈവം നമ്മുടെ ശക്തി അധികാരം വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം എല്ലാ വഴിയും അടയ്ക്കും. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനും മനുഷ്യനിൽ ആശ്രയിക്കുകയോ തേടി മുമ്പോട്ട് പോകും. ദൈവത്തിന് എന്തുമാത്രം വിഷമമായിരിക്കും. നീ ഒറ്റയ്ക്ക് ആ വിഷയത്തെ അതിജീവിച്ച് മുൻപോട്ട് പോയി അസാധാരണമായ ഒരു മഹത്വം നിന്നിലൂടെ ദൈവസഭയ്ക്കായി പ്രദർശിപ്പിക്കുവാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെ ആശ്രയിച്ചുകൊണ്ട് നീ പോയ താൽക്കാലികമായ അനുഗ്രഹമൊക്കെ ഉണ്ടാകും, താൽക്കാലികമായ വിടുതലൊക്കെ ഉണ്ടാകും. പക്ഷെ പിന്നത്തേതിൽ ഒരു പാമ്പ് വന്ന് കൊത്തുന്നത് പോലെ അത് കൊത്തുവാനിടയാകും. ഒരു 10 വർഷം കഴിഞ്ഞ് പോരാട്ടമെല്ലാം മാറി നീ സന്തോഷിച്ചിരിക്കുമ്പോ നിന്റെ കൂട്ടുകാരൻ നിന്നോട് വന്ന് പറയും, നീ എത്ര പൊങ്ങനാ, അന്ന് ഞങ്ങൾ ആദായം ചെയ്തുകൊണ്ടല്ലേ നീ ഇന്ന് ജീവിച്ചിരിക്കുന്നേ, രണ്ട് കയറായത് പോലെ. എന്തിനാവശ്യമില്ലാത്തവിടെ വാക്ക് കേട്ട് ഹൃദയം കഠിനപ്പെട്ടു പോകുന്നേ. ആരാണ്ടൊക്കെ എങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്, ആത്മാവ് ചുമ്മാ സംസാരിക്കത്തില്ലെന്ന് ആശാന്റെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഉപകാരം ചെയ്തതുകൊണ്ട് പാമ്പിന് പാല് കൊടുത്തതുപോലെ കൈ നൊന്ത ആൾക്കാരോട് ഇരിപ്പുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുക. നിങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശം പോലും വിറ്റുപറക്കി ചിലർക്ക് കൊടുക്കേണ്ടി വന്നില്ലയോ? ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുന്നത് ദൈവം നീതിമാനായ ദൈവമാണ്, അവനാർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി ആത്മാവ് സംസാരിക്കുന്നത് ആ നിർമ്മലമായ സഹിത്വം നിങ്ങളുടെ മേൽ കൂടിയിരിക്കും. അവന് സമയം തീർന്നിട്ടില്ല, ഇനിയും അവന് പ്രവർത്തിപ്പാൻ സമയമുണ്ട്. മനസ്സൊരുക്കി കാത്തിരിപ്പാൻ ആത്മാവ് സംസാരിക്കുകയാണ്. അങ്ങനെ അവരിറങ്ങിപ്പോയി. ആശാരിക്ക് മനസ്സിലായി ആൾക്കാരും പ്രസംഗം കേൾക്കുന്നില്ലെന്ന് മനസ്സിലായി. ഉടനെ പറഞ്ഞ് പുള്ളി എന്നെ ഒറ്റയടിക്കും പ്രാർത്ഥിച്ച് പുള്ളി എന്നെ ആശാരം പറഞ്ഞ് യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറയുവാനിടയായി. ഏകദേശം 8:30 ആയപ്പോഴത്തേക്ക് മീറ്റിംഗ് എല്ലാം അവസാനിപ്പിച്ചു. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങി പോകാനിടയായി. ശൂന്യമായി, ഗ്രൗണ്ട് ശൂന്യമായി. ഞങ്ങൾ ആ വീട്ടിൽ ഇങ്ങനെ താമസിക്കും. ആഹാരമെല്ലാം കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു യവനക്കാരൻ വന്ന് കഥ മുട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോവുകയാണോ? അതെ, നാളെ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ കൺവെൻഷനാണ്. ഓ, നിങ്ങൾ പോകാനൊക്കത്തില്ല. നിങ്ങൾ ഈ കോന്നിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട 3 റോഡുകളും അവന്മാർ ബ്ലോക്ക് ചെയ്തിരിക്കുക. നിങ്ങൾ നാളെ തമിഴ്നാട്ടിലാണ് യോഗമെന്ന് അറിഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി. ഇന്ന് രാത്രി നിങ്ങൾ പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് ആശാരിയുടെ വണ്ടിയെ തടഞ്ഞു നിർത്തി അടിക്കാനായിട്ടുള്ള ക്രമീകരണമൊക്കെ സെറ്റപ്പ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പെട്രോൾ പമ്പിലൊക്കെ ഇഷ്ടംപോലെ പെട്രോളൊക്കെ ഓട്ടോറിക്ഷയ്ക്കകത്തൊക്കെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പോകണ്ട എന്ന് പറയാനിടയായി. അപ്പോഴേക്ക് താമസിച്ച വീട്ടിൽ അച്ചായൻ പറഞ്ഞ്, നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ അമ്മേൻ്റെ വീടിന്ന് കത്തിക്കും. ഞങ്ങളെ വിളിച്ച അച്ചായനാണ്. ഇനിയിപ്പോൾ എന്താ രക്ഷ? ഉടനെ ആശാരി മുമ്പോട്ട് വന്നിട്ട് കൈയോട് കൈകോർത്ത് വിടാനില്ലാണ്. ആശാരി വർദ്ധിച്ചതാ, മീകായലേ, ആശാരിക്ക് എവിടെ നാളെ പ്രസംഗിക്കണമെന്ന് അറിയാമോ? മാർത്താണ്ഡത്ത് കാളച്ചന്ത മൈതാനിയില്ല ആശാരിക്ക് നാളെ പ്രസംഗിക്കേണ്ടത്. ആശാരിക്ക് പോകണമെന്ന് മീറ്റിങ്ങിന്. ആമീൻ. അത്രയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് പുള്ളിയൊക്കെ ഇരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് പുള്ളി മാത്രമേ കണ്ണടച്ചുള്ളൂ, ഞങ്ങളാരും കണ്ണടച്ചില്ല. ഞങ്ങളിപ്പോൾ അടുത്ത് എന്തോ സംഭവിക്കാൻ പോകുന്ന നടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ജനലിൽ കൂടെ ഒരു പ്രകാശം കണ്ട് വെളിയിൽ നിന്ന് ഒരു വണ്ടി ആ കോമ്പൗണ്ടിലോട്ട് കയറി. ഞങ്ങൾക്ക് മനസ്സിലായി. ലൈറ്റ് ഇങ്ങനെ അടിച്ചു, ജനലിലോട്ട് അടിച്ചു. ശബ്ദം കേട്ടപ്പോൾ ഒരു ജീപ്പിന്റെ ശബ്ദമാണ്. ആൾക്കാരിങ്ങനെ വണ്ടി ചാടി ഇറങ്ങുന്ന ശബ്ദം കേൾക്കാം. മനസ്സിലായി ഇന്നേമാർ നമ്മളെ ശരിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉടനെ കഥ ഒന്ന് മുട്ടി ഒരാൾ കഥ തുറക്കൂ. ആരാണ്? ആശാരിഷയെ വിളിക്കാൻ പോകും. ആശാരിഷി പോയി. ആശാരിഷി എങ്ങനെ പോകാൻ? എല്ലാം വഴി അടച്ചേക്കില്ല. എങ്ങനെ പോകാനാ? ആശാരിഷി വിളിക്കും. ആളെ കൊല്ലാൻ വേണ്ടി ഒന്നും വന്നല്ല, ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആൾക്കാരാണെന്നുള്ളത്. ഇത് കേൾക്കുക ആശാരി ചാടി കഥ തുറന്നു മെയ്റ്റതൊക്കെ ഇറങ്ങി. അവനോട് കൂടെ വാ, നമുക്ക് മരിപ്പാൻ പോകാമെന്ന് പണ്ട് ആരണ്ടേജോട് പറഞ്ഞതുപോലെ ഞങ്ങളും കൂടെ ചാടിയൊക്കെ ഇറങ്ങി. സ്വത്രം അങ്ങനെയൊക്കെ ഇറങ്ങി. അന്ന് ആ ദേശത്തെ ISSകാർ, മുസ്ലിം സംഘടനയിലെ യൗവനക്കാരെല്ലാം കൂടെ ഒരു ജീപ്പ് നിറച്ച് വന്നതാണ്. ആശാരിയെ സഹായിക്കാൻ അവർക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷെ വരാൻ കാര്യം തലേ ദിവസം ആശാരി പ്രസംഗിച്ച സമയത്ത് അവിടെ അടുത്ത് ഏതോ ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ വാങ്കുവിളി അങ്ങാണ്ട് ഇങ്ങനെ വിളിച്ച സമയത്ത് സാധാരണ വാങ്കുളി വിളി കേൾക്കുമ്പോഴാണ് ആശാരിക്ക് പ്രസംഗം ശക്തമാക്കുന്നത്. പക്ഷെ അന്ന് എന്തോ പുള്ളിക്കാരെ പ്രസംഗിക്കാതെ 1-2 മിനിറ്റ് ഇങ്ങനെ മിണ്ടാതെ സ്റ്റേജിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ആ സമയത്ത് പത്തനംതിട്ടങ്ങാട് ജോലി കഴിഞ്ഞ് വരുന്ന പോലെ മുസ്ലിം സഹോദരങ്ങൾ ഇങ്ങനെ ഈ ശബ്ദം പ്രസംഗം പെട്ടെന്ന് നിശ്ചലമായപ്പോഴത്തേക്കും അവർ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു ഉപദേശമാണല്ലോ, അപ്പോൾ നമ്മളെ ബഹുമാനിക്കുന്ന ഉപദേശിമാരുണ്ടോ? അപ്പോൾ അവർക്കൊരു സന്തോഷമായി. വിദ്യാഭ്യാസമുള്ള മുസ്ലിങ്ങളായിരുന്നു, അവർക്ക് സന്തോഷമായി. ഏതായാലും വാങ്കുളി സമയത്ത് എന്തായാലും ആ ഉപദേശ പ്രസംഗം നിർത്തിയത് അവർക്ക് ഭയങ്കര സന്തോഷം. അവരങ്ങ് പോയി. പക്ഷെ പിറ്റേന്ന് അതുപോലെ ജോലി കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിലാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ സംഭവം അവരുടെ സംഘടനയൊക്കെ അറിയിച്ചിട്ട് അവർ പറഞ്ഞവിടെ ഒരു ഉപദേശി അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് കാര്യം എന്താണ്? പക്ഷേ അത് കാര്യം ഇതാണ്,
നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ല, നമ്മളെ ബഹുമാനിക്കുന്ന ദൈവാസനാണ്, ഒരു ഉപദേശമാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ഒരു കൂട്ടം അവിടുത്തെ യൗവനക്കാരെ മുസ്ലിങ്ങളെല്ലാം കൂടെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് വടിവാളൊക്കെ കാണുന്നത്. വടിവാളൊക്കെ മാരകായുധങ്ങളുമായിട്ട് ജീപ്പിനകത്ത് കൊണ്ടുവന്നിരിക്കുക. ഞങ്ങളെ ഇത്രയും പേരെ തട്ടിയിട്ടേ ആശാനുവശി നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് എവിടെ പോകേണ്ടതെന്ന് വെച്ചു. ഞങ്ങൾക്ക് ഇപ്പം കൊട്ടരാക്കലേക്ക് പോകണം. ഏത് വഴി പോകണം? ഏതെങ്കിലും വഴി പോയാൽ മതി. അങ്ങനെ മെയിൻ റോഡിൽ കൂടെ ഐസസുകാരെല്ലാം കൂടെ ഇളയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെയിൻ റോഡിലുള്ള ആൾക്കാർ, കുറച്ച് പൈമാരെല്ലാം പേടിച്ച് അങ്ങ് മാറിപ്പോകാനിടയായി. അങ്ങനെ ഞങ്ങൾ സുരക്ഷിതമായി കൊട്ടാരക്കര കൊണ്ട് എത്തിയപ്പോൾ ആശാരി അവർക്ക് 1000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, 500 എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ പൊറോട്ട ഇറച്ചി മാറ്റി തട്ടെടുത്ത് കാണിച്ച് കഴിച്ചിട്ട് പോകും. അല്ല, ദൈവം ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, അത്ര തന്നെ. 5 പൈസ പോലും വാങ്ങിക്കാതെ ഞങ്ങളെ കൊട്ടാരക്കര കൊണ്ട് സുരക്ഷിതമായി വിട്ടിട്ട് അവർ പോകുവാനായിട്ടിടയായി. അധികാരം വെളിപ്പെടുത്തിയാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ടിടയാകും. ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ പ്രഭ പോലെ 4 ഭാഗത്തുനിന്ന് കടന്നു വന്നാലും അത്ഭുതങ്ങൾ അവൻ നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ടിടയാകും. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതോർത്താൽ, ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതോർത്താൽ ഇതിൽ പരം ഒരു ദൈവമില്ല. സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, ചാരുവാൻ കൊള്ളാകുന്നവൻ, ആശ്രയിക്കുവാൻ കൊള്ളാകുന്നവൻ, പിൻപറ്റുവാൻ കൊള്ളാകുന്നവൻ, ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ടിടയാകും. ഈ അധികാരവും ശക്തിയും ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ചരിത്രമായി നാം അങ്ങ് മാറ്. നമ്മളെ കണ്ണടഞ്ഞു പോയാൽ, നിന്റെ മക്കൾ അല്ലെ എന്റെ മക്കൾ, ഞാനിപ്പോൾ കണ്ണടഞ്ഞു പോയാൽ എന്റെ മക്കൾ ഈ വിശ്വാസം തുടരേണ്ടത്, ഞാൻ വിശ്വാസം തെളിയിച്ചത് നിമിത്തം അസാധാരണമായി എന്റെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തിയ അത്ഭുത അനുഭവങ്ങളായിരിക്കണം അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ ചരിത്രങ്ങളിലൂടെ ഒരു അത്ഭുതം നമ്മുടെ വീട്ടിൽ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച വളരെ പരിതാപകരമാണ്. ആത്മാവിൽ വളരുക യേശുവിന്റെ നാമത്തിൽ. അതിനെ നമ്മളൊന്ന് വെല്ലുവിളി അതിനെ ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ ഒരു പൊട്ടലെ പോലെ അതിനെ ഏറ്റെടുക്കുക. ഒരു വശത്തിന്റെ ബുദ്ധി പറയും എന്താ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കേ, കർത്താവ് എന്റെ വിശ്വാസം നിമിത്തം, ഇപ്പോഴത്തെ എന്റെ വിശ്വാസം നിമിത്തം അസാധാരണമായ വല്ല കാര്യം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അറിയുന്നു, അങ്ങേക്ക് ഒരു കാര്യം അസാധ്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയൊന്ന് വിശ്വസിച്ച് കിട്ടിയാൽ മതി, അത്ഭുതങ്ങൾ കാണുവാനായിട്ടുള്ളതാണ്. നെഹമ്യാവിന്റെ 9:6 പറയുന്നു, നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയിലുള്ള അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. ആകാശത്തിലെ സൈന്യം പോലും ഭയത്തോടെ ദൈവത്തെ നമസ്കരിക്കുവാൻ ഇടയാകും വിധത്തിലുള്ള അധികാരപാത്രമായ നമ്മുടെ സർവശക്തനായ ദൈവം ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നാം ആരെയാ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ സഭയിൽ ഒരു ചേച്ചി പറഞ്ഞു, പ്രതീക്ഷി ഊസിക സമയമായി 21 days ഫാസ്റ്റിംഗ് ഇരിക്കുക, ദേശത്തെ കർത്താവ് വിളക്കാൻ പോകാന്ന് പറഞ്ഞു. അയ്യോ, ആശയുടെ ഉണർവായി 21 days ഫാസ്റ്റിംഗ് ഇരിക്കുക. 17 ദിവസം രാത്രിയിൽ ഒരു പെൺകുച്ചിന് പൂതളായി സ്വബോധമില്ലാതെ ഇറങ്ങി കൂടി. ഹിന്ദുക്കളുടെ ദേശമാണ് ഞങ്ങളുടെ ദേശം. വല്ല രക്ഷയുണ്ടോ? ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ പുറകെ പോയി, കൊച്ചിനെ കാണാനില്ല. പിശാചളി ഓടി, ആർക്കാ പുറകെ ഓടാൻ പറ്റുന്ന ഇതിലെടുത്ത് കൊച്ചിനെ കാണാനില്ല, ഇറങ്ങി ഓടിക്കണം. വെളുപ്പിനെ 3 മണി വരെ കുഞ്ഞ് എവിടെയാണെന്ന് ഞാൻ കരുത്തില്ല. 17-18 വയസ്സുള്ള കുട്ടിയാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ തൊട്ട് മുകളിൽ അപ്പുറത്ത് താമസിക്കുന്ന കുട്ടിയാണ്. ARSSലെ ഒരു മെമ്പറാണ്. പക്ഷേ പിശാച് ബാധിച്ചത്. ദേശത്ത് മൊത്തം ഒരു കൊച്ചിനെ കാണാനില്ല. ഒരു 12 മണിയായപ്പോഴത്തേക്കും അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങളുടെ കൂടാരം കൊണ്ട് പറഞ്ഞു. ആശാരി ഉണ്ടാക്കി പഴയ കൂടാരം വളഞ്ഞിട്ട് പറഞ്ഞു, ആരാ രാജൻ വിട്ടോ? ഞാൻ അങ്ങോട്ട് ചെന്നു, ഞാൻ രാജൻ വിട്ടു. എന്താ? കൊച്ചി ഈ സഭയിൽ അംഗമല്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കൊച്ച് സ്വബോധത്തോടു കൂടിയാണ് ഈ ആലയത്തിലേക്ക് വന്നത്. ഇവിടെ വെച്ചാണ് കൊച്ചിന് സ്വബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊച്ചിനെ കൊണ്ടുവരുവാൻ ഉത്തരവാദിത്തമില്ല എന്ന് നിങ്ങൾ പറയാനൊക്കെയില്ല. പക്ഷേ 1 മണിക്കൂർ സമയം തരാം, നിങ്ങൾ കൊച്ചിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൂടാരം കത്തിക്കും എന്ന് പറയുവാനിടയായി. 10-60 ജീവനക്കാർ ഞങ്ങളുടെ ആലയങ്ങളെ വരണ്ടേ. ആശാരി ഇല്ലാത്ത കാലമാണ്, ആശാരിയുടെ മക്കളുടെ കാലമാണ്. ആശാരി പല വിശ്വാസം നമുക്കില്ലല്ലോ, എനിക്കല്ലേ, നിങ്ങൾക്കുണ്ട്, എനിക്കില്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യവുമാണ്. ഒറ്റ വെളിപ്പാടിൻ്റെ കാര്യത്തിൽ ഉപവാസം ഇരിക്കുന്നത്, ഊതിയ താഴെയിടും. അതുപോലെ ഞാൻ ഏതാണ്ട് വേഴാമ്പൽ പോലെ ഇരിക്കുകയാണ് 17 ദിവസം ഉപവാസ പ്രാർത്ഥനയും. സ്വന്തം ദേശത്തെ ഇളക്കുകയും ദൈവം. 2 മണി വെളുപ്പിന് 2 മണിയായപ്പോഴത്തേക്ക് ആരുടെ പോലീസിനെ വിളിച്ച് വരുത്തി. ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കാട്ടാക്കട നിന്നും ASC എല്ലാം കൂടെ ജീപ്പിനകത്തൊന്നും വേണ്ടി ജീപ്പ് കയറാൻ പറഞ്ഞു എന്നോടത്ത്. ആ ജീപ്പ് കയറേണ്ട രാവിലെ 6 മണിക്ക് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ കൊച്ചിനെ കാണാതിരിക്കണമല്ലോ, ദേശമൊത്തുള്ള ഇരിക്കണം, അവിടെ കൊണ്ട് കോളിരിക്കുകയാണ്, അതാണ് ഇതാണ്.
പോലീസുകാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ എല്ലാം വന്നിട്ട് എന്നെ കയറി പൊങ്ങ കയറി എന്ന് വിളിച്ച്, എടാ നീ അമേരിക്കൻ്റെ ഓർഡർ കൊടുത്ത് നീ പോലീസിനെ പറഞ്ഞേച്ചില്ലേ, ഞങ്ങൾ നീ ഇങ്ങനെ പറഞ്ഞേക്ക്, നീ കുറേ നാളായി അമേരിക്കുന്ന പൈസ ഇറക്കിയിട്ട് ഇവിടെ ആരും ഞങ്ങളെ സഹായിക്കാറില്ല. നിങ്ങൾ സഹായിക്കാറില്ലല്ലോ, സ്വന്തം ആരും ഞങ്ങൾ സഹായിക്കാറില്ല. നിങ്ങൾ അമേരിക്കൻ്റെ പൈസ ഇറക്കി ഞങ്ങളെല്ലാം കൂടെ ഹിന്ദുക്കളാക്കി, ഞങ്ങൾ ഹിന്ദുക്കളെല്ലാം കൂടെ ഓടിച്ച് ക്രിസ്ത്യാനെ എല്ലാം കൂടെ വാഴിക്കാൻ വേണ്ടി നീയൊക്കെ കുറേ നാളോട് തുടങ്ങിയണം താലയാളക്കളാ എന്ന് കുറേ സംസാരിച്ച്, നല്ല ഇഷ്ടമുള്ള ഭാഷ ഇഷ്ടമില്ലാത്ത ഭാഷ സംസാരിക്കാൻ ഇടയിൽ അങ്ങനെ സംസാരിച്ച് ഉടുപ്പിൻ്റെ ഭക്ഷണമൊക്കെ പറിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വാർഡ് മെമ്പർ വന്നിട്ട് പറഞ്ഞു, കേട്ടോ ഈ ഉപദേശം പിടിച്ച് തള്ളിയാൽ കൊച്ചു തിരിച്ചു വരുമോ? കൊച്ചു സ്വബോധമില്ലാതെ ബാധയായി ഓടിയിരിക്കാം, ഏതെങ്കിലും കുളത്തിലോ തോട്ടിലോ കിണറ്റിലോ പോയി ചാടുന്നതിന് മുമ്പ് നിങ്ങളോട് പോയി ഒന്ന് അന്വേഷിക്കാൻ നോക്ക്, നേരം വിളിക്കട്ടെ, നാളെ ആകട്ടെ, അടുത്തല്ല ഇപ്പൊ ഈ തരുന്ന സമയം കൂടെ കൊച്ചിനെ രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ അവർ പെട്ടെന്ന് പിടിയെല്ലാം വിട്ട് ദേശം മൊത്തമുള്ള 100-150 പേര് ജനമെല്ലാം ഈ ദേശത്തെ പട്ടി വന്നിറങ്ങി. ഇത്രയും പട്ടി ഞങ്ങളുടെ ദേശത്തും ഈ രാത്രി ആൾക്കാർ ടോർച്ചും കൊണ്ട് കിണറ്റിൽ തോടുമ്പോഴത്തേക്ക് ഓൾ പട്ടി അവിടെ, ആ പട്ടി അവിടെ പോയി, അടുത്ത മല പട്ടി ഇവിടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൊല, 10,000 പട്ടിയെല്ലാം കൂടെ കോര. 3 മണിയായപ്പോൾ കൊച്ചു സ്വബോധം ഇല്ലാത്ത കൊച്ചു 3 മണിക്ക് തിരികെ വരുവാനിടയായി. മുടിയെ കഴിച്ചിട്ട് റോഡിലൂടെ നടന്നു വരുവാനിടയായി. ആ കൊച്ചിനെ പിടിക്കാൻ പോയ അവരുടെ ആൾക്കാർക്കെല്ലാം കൊച്ചു അടി കൊടുക്കാനിടയായി. ആകാശം ഗന്ധർവൻ പോലെ അന്ധകാര ശക്തി കയറി നിൽക്കുകയായിരുന്നു. അതിനെ അടിച്ച് ആ കൊച്ച് അവളെ തൊട്ടവരെല്ലാം അടിക്കാനിടയായി. എന്നിട്ട് അമ്മമാരൊന്ന് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ കൊച്ചിനെ പിടിക്കാൻ പറ്റുന്നില്ല, ദയവായി നിങ്ങൾ പിടിച്ച് നാലത്തിലാക്കും, ഞങ്ങൾ നാളെ രാവിലെ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയുവാൻ കൊച്ചിൻ്റെ സഹോദരനെ എന്ന് പറയാനിടയായി. അങ്ങനെ ആ കുഞ്ഞ് സ്വഭാവത്തോടെ ഞങ്ങളുടെ ആലയത്തിലേക്ക് വന്ന് വെളുപ്പിന് 4-5 മണിയായപ്പോഴേക്കും അത്ര ഭൂതമെല്ലാം വിട്ടുപോയിട്ട് അഭിഷേകത്താൽ ശക്തീകരിക്കപ്പെട്ട് അത്രയും ജാതികളുടെ കളിൽ സ്വർഗ്ഗം ഒരു മാന്യത ദേശത്ത് വരുത്തുവാനായിട്ട് ആരാ രാജൻ വിട്ടുന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നോട് ഉടുപ്പിനൊടിക്കാൻ വന്ന കക്ഷിയൊക്കെ ഇന്ന് എൻ്റെ സഭയിലെ സജീവ അംഗമാണ്. അജയുടെ മോനെ തൊട്ടവനല്ല ഞങ്ങളുടെ സഭയിൽ ഇപ്പൊ ആരാധിക്കുന്ന യവനക്കാരന്റെ ആൾക്കാരാ. 10 വർഷം ആത്മാക്കളില്ലാത്ത ആശയുടെ മുമ്പിൽ കൊടുത്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നീതി വെളിപ്പെടുത്തി. അവിടുത്തെ നഞ്ചക്കിന്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ്, RSSന്റെ നഞ്ചക്കടിക്കുന്ന കക്ഷിയുണ്ട്, അവനൊക്കെ ഞങ്ങളുടെ യൂത്തിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പൊ ആശയുടെ മോന്റെ ചർച്ചിലേക്ക് ആക്രമിക്കാൻ ആരും വരുന്നില്ല. കാരണം ഇവരൊക്കെ മാനസാന്തരപ്പെട്ടതാണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. പഴയ സ്വഭാവം വന്നു കഴിഞ്ഞാൽ തല പൊക്കല്ലേ. കർത്താവ് അങ്ങനെ ഒരു മാന്യത വെളിപ്പെടുത്തുവാനായിട്ടിടയായി. അന്ധകാര ശക്തികൾ എത്ര ദേശത്തെ ഇളകിയാലും നാം വിശ്വാസം കൈവിടാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ വസിച്ചു കഴിഞ്ഞാൽ ദേശത്തിന്റെ അന്ധകാര ശക്തി നമ്മുടെ കാൽക്കീഴ് വരും. പ്രിയ സഹോദരന്മാരെ, അങ്ങനെയെങ്കിൽ ഈ ദേശത്തെ ഈ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തിയ ഈ ദുഷ്ട പിശാചിനെ ഈ ദൈവസഭയുടെ കാൽക്കീഴ് വരുത്തുവാൻ എന്താ ദൈവത്തിന്റെ പ്രയാസം? എന്താ പ്രയാസം? നിങ്ങൾ ചരിത്രം വെച്ച അമ്മാനം അടയുകയാണോ? കഴിഞ്ഞ കാലം നിങ്ങളുടെ ഈ ഓർമ്മ വെച്ച കാലം മുതൽ ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങളും ഈ രാജ്യത്തിന്റെ അനുഭവങ്ങളും വെച്ച് നിങ്ങൾ ഒരു ബുദ്ധിയുടെ ഒരു പ്രമാണം, ഒരു മതിലായി നിങ്ങൾക്ക് നിൽക്കുന്നത് കൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ചരിത്രങ്ങൾ തെളിയിക്കുവാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ 2-3 പേർ സംഘടിച്ചാൽ മതി, ആത്മമണ്ഡലം തുറക്കും. സ്വബോധം ഇല്ലാത്തവളൊക്കെ കർത്താവ് സ്വബോധം വരുത്തി കൊടുക്കും. കർത്താവ് മഹത്വം വരുന്നത് ഇത് ചുമ്മാതെ പ്രസംഗം സമയം കളയാൻ വേണ്ടി ആചാരമാകുമല്ല. പ്രിയ സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടായി വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെക്കാൾ അധികം നിങ്ങൾ തേജസ്സുള്ളവരാകയാൽ, ഞങ്ങളെക്കാൾ അധികം ദൈവത്തിന്റെ സന്തോഷവും നന്മയും നിങ്ങൾ കൈക്കൊള്ളുന്നവരാകയാൽ, നിങ്ങൾ അധികം ശുഷ്കാന്തി കൊണ്ട് ദൈവം നിങ്ങളെ കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന ആ സമ്പൂർണ്ണ നിർണയങ്ങളുടെ പ്രതിധ്വനി പ്രവൃത്തിയിലും പ്രാർത്ഥനയിലും എപ്പോഴും വെളിപ്പെടുവാൻ തക്ക വിധം ആത്മസമർപ്പണം എപ്പോഴും സ്ഥിരതയോടെ വസിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവത്തോട് ഇന്ന് രാത്രി ആലോചന പറയുന്നു. അതിനായി നിങ്ങളെ ഒരുക്കും. ദൈവവൈദ്യന്റെ ശക്തിയും അധികാരവും വെളിപ്പെടുത്തേണ്ടതിന് ദൈവം പ്രകൃതിയെ ഇളക്കും. ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ ദൈവസം കാണിപ്പാനിടയെ നിങ്ങൾക്ക് കിട്ടിക്കാണും, എനിക്കറിയത്തില്ല. ഒരു ടൊർണാഡോ ഒരു ദൈവസഭയ്ക്ക് ഒരു ചർച്ച് ഒരു ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് ഇങ്ങനെ വരികയായിരുന്നു. ചുഴലി കൊടുങ്കാറ്റെങ്ങാണ്ട് ആ സഭയിൽ കാരണം ആ ചുഴലി കൊടുങ്കാറ്റ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ ആ സഭയെല്ലാം പൊളിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പല വെച്ച് അടിച്ച ഒരു സഭയാണ്. ആ സഭയിലെ വിശ്വാസികളും പാസ്റ്ററും എല്ലാം കൂടെ അതിന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ ചുരുണ്ടു വരുന്ന അതിനെ ടൊർണാഡോയെ നോക്കി യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ അവരെല്ലാം കൂടെ ആരാധിച്ചുകൊണ്ട് നിൽക്കുക. അപ്പുറം ഇപ്പുറം താമസിക്കുന്ന ആൾക്കാരൊക്കെ വണ്ടിയിൽ എടുത്തുകൊണ്ട് എല്ലാം കിട്ടുന്ന സാധനം പറയിക്കൊണ്ട് അവരങ്ങ് അവിടുന്ന് ഓടിപ്പോകുന്നൊക്കെ ആ വീഡിയോ ക്ലിപ്പ് കാണാം. പക്ഷെ ഇത്രയും പേര് അധികം മക്കൾ മാത്രം ആ ദേശത്ത് അവർ നിരന്ന് നിന്നിട്ട് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഈദ് മീറ്റ് കഴിയുമ്പോഴേക്ക് കാറ്റങ്ങോട്ട് അടിച്ച് ഈ കാർമേഘത്തെ അടിച്ച് തെറിപ്പിച്ച് ചിതറിപ്പിച്ച് കിടന്നൊരു കാഴ്ച.
അവൻ എന്തുമാത്രം പ്രകൃതിയാലുള്ള ആത്മഭാവങ്ങൾ ദൈവജനത്തിനെതിരായി വരുമ്പോൾ നാം ഓടി രക്ഷപ്പെടുവാനല്ല പ്രിയ സഹോദരങ്ങളെ. യഹോവയിൽ ആശ്രയിക്കുന്ന ഉറച്ചു നിന്ന് വീരം പ്രവർത്തിക്കേണ്ടതിന് ആ നിർമ്മലമായ വചനം, ആ നിർമ്മലമായ സൂക്തം നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ചരിത്രങ്ങളിൽ അസാധാരണങ്ങളായ മാറ്റം വരുത്തി ഒരു പുതിയ വെളിപ്പാടാക്കി നമ്മെ മാറ്റേണ്ടതിന് ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു ശിശുവിനെ പോലെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവസമൂഹത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നു. ഹല്ലേലൂയ. മഴ ആശാരി മക്കൾക്ക് ആശാരിയുടെ മോൻ്റെ സഭയ്ക്ക് എല്ലാ ബുധനാഴ്ച ഒരു ഗോസ്പൽ വർക്കുണ്ട്, സുവിശേഷ യോഗമുണ്ട്, മിനി കൺവെൻഷൻ, ചെറിയ മീറ്റിംഗാണ്. ആമേൻ. അപ്പോൾ അത് എല്ലാ ബുധനാഴ്ച കൊണ്ട് ഞങ്ങളുടെ ചർച്ചയിലുള്ള ഓരോ കുടുംബങ്ങൾ ഓരോ വീടുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിൻ്റെ മണ്ടയ്ക്കോ മൈക്കും ലൈറ്റൊക്കെ വെച്ച് കെട്ടി അവിടെയുള്ള ചുറ്റുപാടുകളൊക്കെ സുവിശേഷം കേൾപ്പിക്കുന്ന ഒരു സംഭവമാണ്. 7 മണി മുതൽ 1.5 മണിക്കൂറേ ആകുള്ളൂ. അമ്മ ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ ആഴ്ചവരെയും ഞങ്ങൾ വീട്ടിലെത്തും. ഒറ്റ ദിവസം മീറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എല്ലാ ബുധനാഴ്ച ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്നതിൻ്റെ 1 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ്റെ വീട്ടിൽ നടക്കുന്ന മീറ്റിംഗാണ്. അവൻ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് മീറ്റിംഗ്. സ്വത്രം ചുറ്റുപാടുമെല്ലാം ഹൈന്ദവർ താമസിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ ഭയങ്കര മഴക്കോളും. കാരണം ഇത് ഇത്ര പേര് ജനത്തെ ഇരുത്താൻ വേറെ സ്ഥലമൊന്നുമില്ല, വീടിൻ്റെ അകത്ത് സ്ഥലമല്ല, കൊച്ചി വീടുമാണ്, എന്ത് ചെയ്യാൻ പറ്റും? അമ്മേൻ. പക്ഷേ മഴയൊന്നും പെയ്തില്ല. എന്നാൽ പ്രസംഗം തുടങ്ങിയപ്പോഴേക്കും മഴ ഇങ്ങോട്ട് വന്നു. എല്ലാ ഇൻസ്ട്രുമെൻറ്റും എല്ലാം ഓപ്പണായിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനും? ആശാരിയാണെങ്കിൽ കാർമേഘത്തോട് കാറ്റിനെയും കടലിനെയും ശബ്ദമാക്കി യേശുവിൻ്റെ നാമത്തിൽ മാറട എന്ന് ആശാരി പറഞ്ഞപ്പോൾ മാറിയ കണ്ടതാണ്. ഞങ്ങൾ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ചെലുത്തുന്ന വിശ്വാസം ചെലുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ ഇടിച്ചു പെയ്യും. അതുകൊണ്ട് കർത്താവേ എൻ്റെ അപ്പനെ ഒന്ന് ഓർക്കണമേ എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി. സ്വത്രം. അങ്ങനെ പറയും. ആത്മശക്തി എൻ്റെ പേര് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ പാട്ടങ്ങോട്ട് എഴുന്നേറ്റ് ഒരു പാട്ടങ്ങോട്ട് പാടി ഒറ്റ കുഞ്ഞെഴുന്നേറ്റ് പോയില്ല. ഭയങ്കര മഴ. പ്രിയ സഹോദരങ്ങളെ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നിശ്ചലാവസ്ഥ. ഒരു കാറ്റങ്ങോട്ട് അടിച്ചിട്ട് ആ മഴയെ ചിതറിപ്പിച്ച് കളഞ്ഞു. 4 ഭാഗത്തും ശക്തമായ മഴ പെയ്തു. ആ ടെറസ് 4 വീടിന്റെ ചുറ്റുഭാഗം മാത്രം മഴ പെയ്യാതെ ആമേൻ സുന്ദരമായ ആത്മീയ ശുശ്രൂഷ ദേശത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുവാൻ തൊട്ടടുത്ത് വീട്ടിലൊരു ഹിന്ദു അടിച്ച് പിറ്റാണ്ടിരിക്കുന്നവനാണെങ്കിൽ പോലും അവന് സ്വഭാവത്തോടു കൂടി ഭയപ്പെട്ടു പോകുവാനിടയായി. ഞങ്ങൾ മഴ വരുന്നത് കണ്ടിട്ട് മഴ നനഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആരാധിച്ച് കൽപ്പിച്ചപ്പോൾ മഴ മാറിപ്പോയ കാഴ്ച കണ്ടവർ ഭയങ്കരമായിട്ട് അന്തം വിട്ടു പോകുവാനായിട്ട് ഇടയായി. ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണ് അത്, ഞങ്ങൾക്കത് വലിയ കാര്യമാണ്, നിങ്ങൾക്കത് ചെറിയ കാര്യമാണ്. എങ്കിലും ഈ തലമുറയിലും പരിശുദ്ധാത്മാവ് അടയാളം ചെയ്യുവാൻ റെഡിയാണ് പ്രിയമുള്ളവരെ. നമ്മളത് വിശ്വാസം ചെലുത്തുവാൻ തയ്യാറായ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയാകും. ഇത് മഴയുടെ ഒരു മണകമാണ് ഉണ്ടെങ്കിൽ നമ്മളത് ടെന്റ് കിട്ടും. ആദ്യമേ ടെന്റ് കിട്ടും, ഷെഡ് കിട്ടും, പിന്നെ മഴ ചെയ്താലും കുഴപ്പമില്ലല്ലോ. വിശ്വാസത്തോടു കൂടി കാര്യം ചെയ്യുവാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവിക അടയാളങ്ങൾ പ്രവൃത്തിയാൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ. അവർ പ്രകൃതിയാലുള്ള പ്രതിബന്ധങ്ങൾ ദൈവജനത്തിനോ ദൈവസമൂഹത്തിനെതിരെയോ ദൈവസഭയ്ക്കെതിരെയോ കടന്നു വരുന്നത് ഓടിക്കളയുവാനല്ല, രക്ഷപ്പെട്ടുവാനല്ല പ്രിയമുള്ളവരെ. അതിനെതിരെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുവാൻ തക്ക വിധം ആത്മാവിന്റെ വിശ്വാസത്തിന്റെ ചരിത്രങ്ങൾ വെളിപ്പെടുവാനാണ് ദൈവം അതിനുവേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. പുറപ്പാട് 14 വായിക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചു തന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാർസെബോന് സമീപമുള്ള പീഹരോത്തിനരികെ പാളയമിറങ്ങുവാൻ ഇസ്രായേൽ മക്കളോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. മുമ്പിൽ ചെങ്കടൽ, ഇടത്ത് ശകനവാദികളാൽ മന്ത്രവാദികളാൽ നിറഞ്ഞിരിക്കുന്ന ജാതീയ തലമുറ, വലത്ത് ബർബരന്മാർ. 3 വഴിയും അടയപ്പെട്ടത്. ഈ ജനത്തിന്റെ ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രാമധ്യേ അല്പം വിശ്രമിക്കുവാനായി ദൈവം തെരഞ്ഞെടുത്ത് കൊടുത്ത സ്ഥലം 3 വഴിയും അടയപ്പെട്ടത്. പിന്നെ ആകെ ഒറ്റ വഴിയുള്ളൂ. ഏത് വഴി? വന്ന വഴി, മിസ്രൈമിലേക്കുള്ള വഴി അല്ല. ഇനി എല്ലാ വഴിയും അടഞ്ഞാൽ വന്ന വഴിയിലേക്ക് പോയി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ ഇതാ ഫറവോന്റെ സൈന്യത്തിന്റെ ആരവാരവം കേൾക്കുവാൻ തുടങ്ങി. എല്ലാം നിലയിലും 4 വഴിയും അടയപ്പെടുവാനിടയായി. ആരാണ് ഈ വഴി അടച്ചത്? പിശാചോ ദൈവമോ? പ്രിയ സഹോദരങ്ങളെ, അകത്തെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പിൽ വരുന്ന പ്രതിബന്ധം ദൈവഹിതത്താൽ വരുന്നു. പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ ദൈവഹിതത്താൽ വരുന്നു. ദൈവത്തിന് അതിന്റെ പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളും ഫലങ്ങളും കാണുമ്പോൾ പൈശാചികം പോലെ തോന്നിയാലും പൈശാചികനാണെന്ന് വന്നാലും അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ ഓർഡർ അവന്റെ കയ്യിരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് അതിനപ്പുറമായ അസാധാരണമായ അധികാരത്താൽ ഒരു മഹത്വം അന്ധകാര ശക്തികൾ നോക്കി നിൽക്കെ ഈ തലമുറ കണ്ടിട്ടില്ലാത്ത, ഈ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, ഈ കാതുകൾ കണ്ടിട്ടില്ലാത്ത അവിശ്വസനീയമായ അത്ഭുതാത്മകമായ ഒരു ചരിത്രമായി മാറേണ്ടത് ആത്മാവ് ഒരു അസാധാരണമായ അത്ഭുതം വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. അതുകൊണ്ട് 4 വഴി അടഞ്ഞാലും എല്ലാ വഴി അടഞ്ഞാലും എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്രവച്ച സ്വർഗ കവാടം തുറക്കുമനി
എനിക്കായി സൈന്യം വരും നിശ്ചയം. എല്ലാ വഴി അടച്ച് ശത്രു മുദ്ര വെച്ചാൽ സൈന്യം വരും. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ചെയ്യാം. ഈ വഴി അടയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് കൊണ്ടാണ് ഈ സൈന്യം വരാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 4 വഴി അടച്ചാലും സുബോധമില്ലാത്തവനെ പോലെ അവിടെ കാത്തിരിക്കുക. സ്വർഗീയ ദൈവത്തിന്റെ മഹിമയാകുന്ന പൊൻകരം ദൈവജനത്തിന് അനുകൂലമായി നീട്ടുവാൻ ഇടയാകും. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ BJPയുടെ നേതാവ് ശ്രീകുമാർ, അദ്ദേഹം ട്രിവാൻഡ്രം ജില്ലയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഡേറ്റ് പ്രഖ്യാപിച്ചു. ഇത്രാം മാസം ഇത്രാം തീയതി ഞങ്ങൾ പ്രാർത്ഥനാ കൂടാരം കത്തിക്കും. അവിടെ 2 ഗ്രൂപ്പ് തമ്മിൽ അടി ഉണ്ടായിരുന്നു, യവനക്കാർ തമ്മിൽ. അവിടെ നാടാർ ക്രിസ്ത്യൻസ് ഉണ്ട്, നാടാർ ക്രിസ്ത്യൻ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ കുറേ BJPക്കാർ പിള്ളേർക്ക് അടിച്ച് കൈകാലി വെട്ടുവാനിടയായി. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ടാകാതെ കഴിയണ്ടേ? ഉടനെ പറയുകയാണ് അമേരിക്കയിൽ പൈസ കൊണ്ട് ഇറക്കിയിട്ട് അവശായ മക്കൾ ഈ ഹിന്ദുക്കളെല്ലാം കൂടെ ക്രിസ്ത്യൻസിനെല്ലാം കൂടെ വശീകരിച്ചിട്ട് ഉണ്ടോ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ച് ഞങ്ങളുടെ പട്ടണം മൊത്തം രാജ്യം വിട്ട് ഇവിടെ ദേശം വിട്ട് പോയിക്കോണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോട്ടീസൊക്കെ അടിക്കാനുണ്ട്. ആ ടൗൺ മൊത്തം കുറ്റിച്ച് പട്ടണം മൊത്തം ഒട്ടിക്കാനായിട്ടിടയായി. എന്നിട്ട് കട്ടക്കടയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരെ RSS പിള്ളേർ വിട്ട് കൊണ്ട് കിടക്കുന്നവരെ സന്ദർശിക്കാൻ വേണ്ടി ഈ ലീഡർ പോയ സമയത്ത് അവിടെ വെച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനിടയായി, ഞാൻ ഇത്രാം മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ ആ ആലയം കത്തിക്കും. ശ്രീകുമാർ എന്തെങ്കിലും പറഞ്ഞത് സംഭവിച്ചിരിക്കും. അങ്ങനെ വാർത്ത ഞങ്ങളെല്ലാം കേട്ടു. ദേശമൊത്ത് പറഞ്ഞു. ജനസഭയിൽ ചില സൗകര്യമാർ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കൊട്ടാരേക്ക് പോകും, ദേശം എടുത്ത് പോകും, ഈ ദിവസം നിങ്ങളുടെ കാണണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഞങ്ങളോട് നോക്കിക്കൊള്ളാം. അല്ല, അങ്ങനെ പോകാൻ താല്പര്യമില്ല. കാരണം ഒത്തിരി കണ്ടതാണ് ഈ കണ്ണ്, ഒത്തിരി കേട്ടതാണ് ഈ കാതുകൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. ഞങ്ങൾ 5 ദിവസം ഉപവാസം താല്പര്യപ്പെട്ടു. അവൻ കത്തിക്കുന്ന ദിവസം തീരുന്ന നിലയിൽ 5 ദിവസം ഉപവാസ പ്രാർത്ഥന. 5-ാം ദിവസം ഇനി എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചു, ശ്രീകുമാരനെ കാണാനില്ല. ദേശം മൊത്തം അന്വേഷിക്കുന്നു. അവൻ ജോലി കഴിഞ്ഞ് സിറ്റിയിൽ നിന്ന് വന്നതാണ്. ഇതിനിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. അവൻ്റെ ബൈക്കും അവനിവിടെ തെറിച്ചൊരു കുഴി ചെന്ന് വീണു. വലിയൊരു മഴ പെയ്തു. റോഡിലെ എല്ലാ പാടുകളും മറന്നു. റോഡ് മഴ കഴുകിക്കളയാനിടയാതുകൊണ്ട് ആക്സിഡന്റ് ആണെന്ന് സംഭവം പോലും ആർക്കും അറിയത്തില്ല. ഒരു കുഴിയിൽ ചെന്ന് വീണ്, ഒരു ചെളിക്കുഴിയിൽ വീണ് ബോധരഹിതനായി ശ്വാസം മുഴുവനും പോയി എന്ന് പറഞ്ഞ രക്തം മുഴുവനും വാർന്ന് അവൻ മരിച്ചു പോകുവാനിടയായി. ഞങ്ങളെ കത്തിക്കും, ഞങ്ങളുടെ കൂടാരം കത്തിക്കും എന്ന് പറഞ്ഞ ആ ഡേറ്റ്, ആ ദിവസം അവൻ്റെ ഡെഡ് ബോഡി അവൻ്റെ വീട്ടുകാർ കത്തിക്കുവാനിടയായി. അവർ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ആ ശവദാഹത്തിന് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ ചിലർ പറഞ്ഞു, ഉദ്ദേശി നിങ്ങൾ പോകരുത്. ഇപ്പോൾ തന്നെ ആൾക്കാർ സംസാരിക്കുന്നു, ഈ ശ്രീകുമാർ ഇപ്പോൾ മരിക്കാനിടയായത് നിങ്ങൾ കൂടാരക്കാരും മന്ത്രവാദം ചെയ്ത് കൊന്നെന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മന്ത്രവാദമാണല്ലോ, സ്വത്രം ഹല്ലേലൂയ. മന്ത്രവാദം ചെയ്ത് കൊന്നു പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് ശരിയില്ല എന്ന് പറയുവാനിടയായി. 2-3 വർഷം എന്നോട് അവർക്ക് ഭയങ്കര ശത്രുത്വമായിരുന്നു പ്രിയ സഹോദരങ്ങളെ. പക്ഷേ ഇന്ന് ആ സ്ഥിതി എല്ലാം മാറി. ദൈവം ഒരു മഹത്വങ്ങളെ വെളിപ്പെടുത്തുവാനിടയായി. ഇന്ന് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകന്മാരൊക്കെ എൻ്റെ സ്നേഹിതരാണ്. 15 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം ഒരു മാന്യത അവിടെ ഞങ്ങൾക്ക് വരുത്തുവാനായിട്ടിടയായി. ദൈവസ്നേഹം എത്ര വലുതാണ് പ്രിയ സഹോദരങ്ങളെ. എത്ര ശത്രു നമുക്കെതിരെ എത്ര പ്രതിബന്ധം സൃഷ്ടിച്ചാലും പ്രാർത്ഥിപ്പാൻ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ശക്തി ഓർക്കുവാൻ മറന്നു പോകരുത്. പ്രതിബന്ധം കടന്നു വരുമ്പോൾ ദൈവശക്തി ഓർക്കുക. കഷ്ടത കടന്നു വരുമ്പോൾ ദൈവവചനം ഓർക്കുക. രോഗം കഠിനമാകുമ്പോൾ പാടുവാൻ മറക്കരുത്. ഏത് കഷ്ടതയുടെ കഠിന ശോധനയിലും വചനം വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി മാതൃകയാക്കി ഈ വിശ്വാസത്തിന്റെ ചെലുത്തലുകളിലൂടെ അസാധാരണങ്ങളായ അനുഭവങ്ങൾ അവർ കണ്ടു വളരട്ടെ യേശുവിന്റെ നാമത്തിൽ. നമുക്ക് കടപ്പാൻ കഴിയാതെ പോയത്, നാം കടപ്പാൻ ഇച്ഛിച്ചതും കടപ്പാൻ കഴിയാതെ പോയതുമായ മേഖലയിലൂടെ നമ്മുടെ തലമുറകൾ കടന്നു മാറി ഈ ദൈവരാജ്യത്തിൽ അവർ അസാധാരണമായ പദ്ധതിക്കായി, ഈ രാജ്യത്തിൽ ഒരു അസാധാരണമായ പദ്ധതിക്കായി, ഈ രാജ്യത്തിന്റെ യൗവനക്കാർ കണ്ടിട്ടില്ലാത്തത്, ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് കണ്ടിട്ടില്ലാത്തത്, ഈ രാജ്യത്തിന്റെ നേതാക്കന്മാർ, ഈ രാജ്യത്തിൽ ജനിച്ചവർ കണ്ടിട്ടില്ലാത്തത്, ഈ ജനത്തിന്റെ പ്രാർത്ഥനയുടെ വിശ്വാസം നിമിത്തം വെളിപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരാളെങ്കിലും പോഷനെ പോലെ വിശ്വാസം തെളിയിപ്പാൻ തയ്യാറാകും. പ്രിയമുള്ളവരെ, ദൈവം ഓരോ വ്യക്തിക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുവാൻ അവൻ തയ്യാറാകുന്നു. എന്ന രാത്രി ആത്മാവ് നമ്മൾ പറയുന്നു, സുവിശേഷം മുറുകെ പിടിക്കുക. സുവിശേഷത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തി നമ്മിൽ പ്രവൃത്തിയെ വെളിപ്പെടണമെങ്കിൽ നാം ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മലമായ സുവിശേഷത്തെ നാം മുറുകെ പിടിക്കുവാൻ തയ്യാറാകണം. ആ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ഗമിച്ചാൽ ആ സുവിശേഷത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പാക്കേജിൽ വച്ചിരിക്കുന്ന സകല അധികാരങ്ങളും സകല ശക്തികളും സകല ആനുകൂല്യങ്ങളും നമുക്ക് നമ്മുടെ തലമുറകൾക്കും ആത്മാവ് പകർന്നുകൊണ്ടേയിരിക്കും. അതാണ് ദൈവിക വ്യവസ്ഥ. അങ്ങനെ നിർമ്മലമായ ദൈവിക സത്യത്വം നമ്മിൽ മേലും നമ്മുടെ തലമുറ മേലും ഒരുപോലെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ നിർമ്മലമായ സഹിത്വം അനുഭവിക്കാനായിട്ട് കർത്താവിന്റെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിക്കാം. കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. നാം വീണ്ടെടുക്കപ്പെടുമാറാക്കിയ സുവിശേഷത്തെ നാം മുറുകെ പിടിക്കണം. ആ സുവിശേഷമാണ് നാം ഈ മാറ്റം വരുത്തിയത്.
കേട്ട വെറും സുവിശേഷം വചനം മാത്രമല്ല, അത് പൂർണ്ണ ശക്തിയോടെ അത് പുറപ്പെട്ടു വന്നത്. കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. സുവിശേഷത്തിന്റെ ശക്തിയായി വീണ്ടെടുക്കപ്പെട്ട നമ്മെ വീണ്ടെടുക്കപ്പെടുവാനാക്കിയ ദൈവശക്തിയെ ഈ ശരീരത്തിൽ നാം തെളിയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ശക്തിയെ തെളിയിപ്പാൻ നമ്മെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം, നമ്മുടെ ദേശത്തെയും സഭകളെയും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ദേശത്തെ അടയാളങ്ങൾ വെളിപ്പെടുത്തുമാറാകട്ടെ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവേ, അങ്ങയെ ആദരിച്ച്, അങ്ങയുടെ നാമത്തെ ആദരിച്ച് ഇന്ന് രാത്രി വന്ന് അങ്ങയുടെ മക്കളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആശാരി മകന് അങ്ങ് നൽകിയ ഈ അധികാരത്തെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു. അങ്ങ് അടിയന് നൽകിയിരിക്കുന്ന ഈ അധികാരം അനുഗ്രഹമായി ഞാൻ ചൊരിയാൻ പോകുന്നു. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിപ്പാൻ അടിയനെ ഒരുക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രിയ ദൈവപുരുഷന്മാരെ, നിങ്ങൾ ദൈവനാമത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഭാഗ്യതല സമ്മർദ്ദങ്ങൾ എത്ര കഠിനമായാലും അന്തരാത്മാവിൽ നിങ്ങൾ തേജസ്സോടെ ഒരുക്കി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ദൈവിക വിശ്വാസം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും സഭകളിലും ആത്മാവിൻ്റെ പ്രതിരൂപങ്ങളായി വെളിപ്പെടുവാൻ തക്കവണ്ണം യേശു കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിങ്ങൾ പോരാടുന്ന വിഷയത്തിൽ സ്വർഗം ചായ്ച്ചിറങ്ങി ഉത്തരവുള്ളമാകട്ടെ. ഏതെല്ലാം ഭവനങ്ങളിൽ കാലുകുത്തി പ്രാർത്ഥിക്കുന്നുവോ ആ ഭവനങ്ങൾ ക്രിസ്തുനാഥന് വേണ്ടി സ്വാധീനമാക്കപ്പെടുമാറാകട്ടെ. മാരകങ്ങളായ രോഗങ്ങളോ രോഗബന്ധനങ്ങളോ പൈശാചിക ബാധകളാലോ ആരെങ്കിലും ചുറ്റിത്തിരിയുന്നുവെങ്കിൽ അവരുടെ മേൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. നിങ്ങളുടെ ഗമന ആഗമനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാപിതാക്കളെ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ആയുസ്സുള്ളവരായി, ആരോഗ്യമുള്ളവരായി, മക്കളെയും മക്കളുടെ മക്കളെയും കണ്ട് അവരുടെ നന്മയും സന്തോഷവും അനുഭവിച്ച് യഹോവയെ ഇത്രത്തോളം വരുവാൻ ഞാൻ എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് വരുമാറ് പിതാക്കന്മാർ പൂർണ്ണ നിശ്ചയത്തോടും പൂർണ്ണ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ സേവിച്ചതുപോലെ സേവിക്കേണ്ടതിന് ആയുസ്സിനാൽ, ആരോഗ്യത്താൽ, ദൈവകൃപയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നഫലം വൃഥാവായി തീരാതിരിക്കേണ്ടതിന് ഉയരത്തിലെ ദൈവിക അനുഗ്രഹ ആശീർവാദങ്ങളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ദൈവരാജ്യത്തിൽ ദൈവസഭയ്ക്കായി നിങ്ങൾ നെടുത്തൂണുകളായി നിന്ന് ക്രിസ്തുവിന്റെ വരവോളം പ്രത്യാശയോടെ നോക്കി പാർത്ത് ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ ഒരു വൻ മതിലായി നിങ്ങൾ നിൽക്കേണ്ടതിന് ആത്മാവിന്റെ കൃപയും തേജസ്സിന്റെ പ്രകാശനം അന്തരംഗത്തിൽ ആത്മാവ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങളിൽ ആത്മാവ് ഇടപെടുമാറാകട്ടെ. പ്രിയ യൗവനക്കാരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ മാർഗദീപങ്ങളായി കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്തൊരു തലമുറയുടെ ഇടയിൽ വിശ്വാസത്തിന്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് അസാധാരണമായ ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ മേൽ വരുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇതാകുന്നു ദൈവത്തെ അന്വേഷിച്ചവന്റെ തലമുറ എന്ന് ജാതികൾ ഭയത്തോടെ ഓർക്കുവാൻ തക്കവണ്ണം ഈ തലമുറയുടെ ഇടയിൽ നിർമ്മലമായ സഹിത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. സഭയിലെ എല്ലാ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആകാശഭൂമി മാറിപ്പോയാലും മാറ്റം വരാത്തതായ അരുളപ്പാടുകൾ നിറച്ചിരിക്കുന്നവന്റെ സൽഗുണപൂർത്തി ക്രിസ്തു എന്ന ആത്മമനുഷ്യന്റെ ശിരസ്സുളമാകേണ്ടതിന് നിർമ്മലമായ ആത്മസഹിത്വം ഈ ജനത്തിന് ആശീർവാദമായി ഇരിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യത്ത് വീണ്ടെടുക്കപ്പെടുവാനുള്ള എല്ലാ ആത്മാക്കളെ ഞാൻ ഏൽപ്പിക്കുന്നു. അവർ നിമിത്തം ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. തുടർമാനമായി നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ഉപവാസ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ധ്യാന യോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ബൈബിൾ സ്റ്റഡീസ് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ഉണർവ് യോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എല്ലാ യൗവനക്കാരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിർമ്മലവും സഹിത്വവും ഉത്കൃഷ്ട ഉദാത്തവുമായ അവിടുത്തെ നിർമ്മലമായ വചനത്തിന്റെ ശക്തിയാൽ ഈ ജനത്തിന്മേൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിർമ്മലമായ ആത്മാവിന്റെ ഇടപെടലുകൾ, നിർമ്മലമായ ആത്മാവിന്റെ തേജസ് ഇന്ന് രാത്രിയോടെ വെളിപ്പെടുമാറാകട്ടെ. ശരീരങ്ങളിൽ ബലഹീനത വരുത്തി വ്യാപരിപ്പിക്കുന്ന രോഗത്തിന്മേൽ, രോഗ ആത്മാവിന്റെ മേൽ, രോഗബന്ധനത്തിന്മേൽ ഞാൻ കൽപ്പിക്കുന്നു. ശരീരങ്ങളിൽ വിട്ട്
പോയിക്കൊള്ളുക. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബലഹീനതകളും അപ്രത്യക്ഷമാകട്ടെ. നാവിനെ കെട്ടിവെച്ചിരിക്കുന്ന, സ്തുതിപ്പാൻ കഴിയാതെ, അന്യഭാഷയിൽ സ്തുതിപ്പാൻ കഴിയാതെ, ബലഹീനത നിമിത്തം ബന്ധിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കേട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുവാൻ കൽപ്പിക്കുന്നു. വായുകളെ തുറക്കുക, യേശുവിന്റെ നാമത്തിൽ വായുകളെ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ യേശുവെ സ്തോത്രമെന്ന് പറഞ്ഞു തുടങ്ങുക. അന്യഭാഷയുള്ള ദൈവത്തോട് സംസാരിച്ചാട്ടെ. ഇന്ന് രാത്രി സദാ മഹാരാജാവായ ദൈവത്തിന്റെ, കൃപാദാനമായ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി ഓരോ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ധകാരവും കൂരിലും ജാതികളുമേൽ മൂടും. നിന്റെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന് നിർമ്മലമായ സഹിതം ഇന്ന് രാത്രി ഓരോ കുടുംബങ്ങളിൽ, ഓരോ തലമുറയിൽ, ഓരോ പിതാക്കന്മാരിൽ, ഓരോ മാതാക്കളിൽ, ഓരോ സഹോദരി സഹോദരന്മാരിൽ, ദൈവപുരുഷന്മാരിൽ ഇന്ന് രാത്രി പ്രഭ പോലെ വെളിപ്പെടുവാൻ ആരെ തടയുന്നത്? യേശുവിന്റെ നാമത്തിൽ എല്ലാ വാഴ്ചകളെയും ഞാൻ ശാസിക്കുകയാകുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഇടർച്ചകളും ഞാൻ ശാസിക്കുകയാകുന്നു. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസമുള്ള സകല ദുഷ്ട ഹൃദയങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങുമാറാൻ കൽപ്പിക്കുന്നു. നിർമ്മലമായ ആത്മാവിന്റെ തേജസ്സിനാൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് നിയോഗമുണ്ട്. വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് നിൽക്കാമെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. സ്വതന്ത്രം പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ സഹിത്വം നിങ്ങളുടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ആലോചനയുണ്ട്. നിർമ്മലമായ ദൈവനീതിക്കായി പരിശുദ്ധാത്മാവിനെ ഒരുക്കുകയാണ്. ഇരുട്ടിന്റെ ശക്തികൾ എത്ര പ്രബലമായാലും അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ആലോചനയ്ക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗം നീതിമാനായ ദൈവമാണ്. വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ.
ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് നമ്മളെ സന്ദർശിച്ചോർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം നമ്മളെ കർത്താവ് കേൾപ്പിച്ചു. കർത്താവിന് സ്തോത്രം. അനേക സംഭവങ്ങളെ തെളിയിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ശക്തമായ ദൈവികാലം നമ്മളെ അറിയിച്ചു. നമ്മളെ കർത്താവിന്റെ സ്നേഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ദേശത്തൊക്കെ അനേക നമ്മളെ ദൂതുകൾ അറിയാതെ, ദൈവസ്നേഹം അറിയാതെ അനേകരുണ്ട്. അവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ജ്വലിച്ചുകൊണ്ട് അത് പ്രകാശിപ്പിച്ചുകൊണ്ട് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ നിത്യനരകത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ടുവരുവാൻ അവരെ ദൈവസഭകളിലേക്ക് മാടി വിളിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ അറിയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവിക ദൂതുകൾ, ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ നമ്മളത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിന്മേൽ പൂർണ്ണ വിജയമെടുക്കുന്നുവെങ്കിൽ അനേക ആത്മാക്കളെ നമ്മുടെ സഭകളിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും പിശാച് ഹല്ലേലൂയ പല സംശയങ്ങളും നമ്മുടെ ഹൃദയത്തിലിട്ടുകൊണ്ട് പ്രാർത്ഥിപ്പാൻ പോലും സാധിക്കാതെ ഹല്ലേലൂയ ഇതിനാണോ നീ എന്നെ വിളിച്ചെന്നുള്ള ചോദ്യച്ചിനുമായിട്ട് പലപ്പോഴും നമ്മുടെ ദൈവസ്ഥനായി തീരാറുള്ളവരെ എന്നാൽ സകലതിനേക്കാൾ കീഴാക്കിയ ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൺകൂടാരങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ സകലതിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിന്മേലെല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയാളികളായി ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പോർകളായി തീരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കുമാറാകട്ടെ. അതിനായിട്ട് കർത്താവിന്റെ ദാസന് ശക്തമായി നമ്മളോട് അറിയിച്ച ദൂത് നമ്മളെ ഏറ്റെടുക്കാം. ദൈവത്തിന് സ്തോത്രം. അവചനം സംസാരിപ്പാൻ കർത്താവ് തന്നെ ബുദ്ധിയെ അധികാരപ്പെടുത്തിയല്ലോ. താനായിരിക്കുന്ന ഇടങ്ങളിൽ, താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ വിശേഷാൽ നാടിന്റെ പ്രദേശത്ത് വിട്ടു പോന്നിരിക്കുന്ന സഭയെയും കുടുംബത്തെയും കുടുംബവിശ്വാസികളെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം വളരെ താല്പര്യത്തോടെ വിവിധ ഇടങ്ങളിൽ നോക്കി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ മേലുണ്ടായിരിക്കട്ടെ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടെ എടുക്കുകയില്ല എന്ന് കൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനത്താൽ നമ്മളെല്ലാവരും സൂക്ഷിക്കപ്പെടുവാൻ ദൈവങ്ങളെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയോർപ്പിച്ച് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാരണവനാം നിങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. IGMന്റെ കെയർ ഇന്നലെയും ഇന്നും ഇവിടെ സുവിശേഷം പുഷിപ്പാറിന്റെ കൊണ്ടും ഇങ്ങനെയുള്ള നല്ല സാവകാശം നീയോട് ക്രമീകരിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാറിന്റെ കൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് രാജകീയ പുരോഹിതവും സ്വന്തം ജനവും ആക്കി തീർത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുവാൻ, അതനുസരിപ്പാൻ, കർത്താവെ ഞങ്ങളെ മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ സുവിശേഷ ഘോഷണം നടത്തുവാൻ തക്കൊണ്ട് നീ ഇറങ്ങി വന്നല്ലോ ദൈവമേ. അത് അപ്പോസ്തലന്മാർ കർത്താവെ അത് ഈ ലോകത്തിൽ പ്രസ്താവിച്ചുവല്ലോ. നിന്റെ ജനമാകുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ നാമത്തിൽ അനേകരുടെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ കാലാകാലങ്ങളായി വിളിച്ചു, വേർതിരിച്ചു, അതിനുള്ള ക്രമീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം കേട്ടതായ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ കർത്താവെ അധൈര്യപ്പെട്ടു പോകുന്നവരായിട്ടല്ല, പിന്നെ ശക്തി പ്രാപിച്ചുകൊണ്ട് തേജോമനായ ദൈവത്തിന്റെ സ്നേഹത്തെ ഞങ്ങൾ അയവിറക്കിക്കൊണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ പ്രകാശിതരായി ജീവിക്കുവാൻ തക്കവണ്ണം, നിന്റെ സുവിശേഷ കോൺസെപ്റ്റിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതിനാൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് ഈ നാളുകളിൽ കർത്താവെ നിന്റെ ജനത്തിന് പകരേണ്ടതിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഞങ്ങൾ കേട്ടതായ വചനവും കർത്താവെ നിന്റെ സാക്ഷ്യവും ഞങ്ങൾ കർത്താവെ അത് ഒഴുക്കി കളയുവാൻ ഇടവരാതെ ഇരിക്കണം ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവെ നിന്റെ സ്ഥലത്ത് ജാഗരിപ്പാൻ തക്കോണം, ഹല്ലേലൂയ ഞങ്ങൾ സമയം വേർതിരിക്കുവാൻ തക്കോണം, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചെടുക്കുവാൻ തക്കോണം കർത്താവെ കൃപത്തിന് മാറണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം സുവിശേഷം കേട്ടതായ നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നിന്റെ ജനത്തെ നീ അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, നീ അവിടുന്ന് അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പ്രാർത്ഥിക്കുന്ന കർത്താവ് വിഷയങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന്
പ്രാർത്ഥിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായിട്ടുള്ള വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങുവാർത്തക്കണം അവിടുന്ന് ഇടയാക്കണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ. ഇനിയും പല മാധ്യമങ്ങളിൽ കൂടെ ഈ കേൾക്കുന്ന വശം അനേകരുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുവാൻ ഇടയാകേണ്ടതിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. വചനം പ്രഘോഷിക്കുന്നതായ നിന്റെ ദാസനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ പിതാവിനെ ഞങ്ങൾ ഇന്ന് രാത്രികാലം ഓർക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ സേവിക്കുന്നതായ നിന്നെ ആദരിക്കുന്നതായ തന്റെ ജനത്തിന്റെ തലമുറകളെയും നീ ഓർക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രിയ രാജൻ വ്യക്തികളോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ദാസനെ നീ വീണ്ടും ശക്തീകരിക്കണമേ, നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിക്ക് വേണ്ടി നാമത്തിന് വേണ്ടി നിൽപ്പാത്തക്കണം വീണ്ടും അധികാരപ്പെടുത്തുന്നതിനായി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഈ പഠനത്തിലായിരിക്കുന്ന സമയങ്ങളിൽ ദൈവകൃപ ധാരാളമായി അനുഭവിച്ചുകൊണ്ട് കർത്താവ് അനേകരോട് സുവിശേഷം പറയുവാൻ അനേകരുടെ ബന്ധനങ്ങൾ വിടുവിപ്പാൻ തക്കണം നീ അവിടെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയോടെ സൂക്ഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. വിശ്വാസികളെ നീ അനുഗ്രഹിക്കണമേ. ഇവിടെ നിന്ന് കടന്നു വന്നായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം എല്ലാവരുടെ പേരും അവരുടെ കുടുംബങ്ങളിൽ ധാരാളമായി പകർന്ന് അവിടുന്ന് അനുഗ്രഹത്തോടെ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് പണിതു ചെന്നേരുവാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന് അനേക ഇടങ്ങളിൽ കടന്നുപോയി കർത്താവെ നീ ആരാധിപ്പാൻ എല്ലാവരെയും ഒരുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ വീണ്ടും ധാരാളമായി ഞങ്ങളുടെ മേൽ പകരും. ഉത്തരനെ ഞങ്ങളുടെ ജീവിതത്തോട് ഉയർത്തെടുക്കും. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ വന്യ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.